ഫസ്റ്റ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ്. നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസ് മെൽറ്റസ് പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, അതിലുണ്ടാകുന്ന ടൈപ്പ് 1 ഉള്ള പേഷ്യൻസിന് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻ ആണ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് ഓർ DKA. അപ്പൊ ഫസ്റ്റ് തന്നെ ഓർക്കേണ്ട പോയിന്റ്, ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ദ കോംപ്ലിക്കേഷൻ ഓഫ് ടൈപ്പ് 1 ഡയബറ്റീസ് മെൽറ്റസ്. ഈ ഒരു പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്പ് 1 ഡയബറ്റീസ് മെൽറ്റസിന്റെ മാത്രം ഒരു എക്സ്ക്ലൂസീവ് കോംപ്ലിക്കേഷൻ ആണ് DKA എന്ന് പറയുന്നത്. പിന്നെ it can develop in the patients with a severe insulin deficiency combined with glucagon excess. അപ്പൊ ഇവിടെ ഓർക്കുക, നമ്മൾ പറഞ്ഞു ടൈപ്പ് 1ന്റെ റീസൺ എന്താണ്? അബ്സല്യൂട്ട് ഇൻസുലിൻ ഡെഫിഷ്യൻസി ആണ് ടൈപ്പ് 1ന്റെ റീസൺ. അത് തന്നെയാണ് ഇവിടുത്തെ കാരണം പറഞ്ഞേക്കുന്നത്, സിവിയർ ഇൻസുലിൻ ഡെഫിഷ്യൻസി. സിവിയർ ഇൻസുലിൻ ഡെഫിഷ്യൻസി. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ വരുന്നുണ്ട്, വിത്ത് ഗ്ലൂക്കഗോൺ എക്സസ്. അപ്പൊ ഗ്ലൂക്കഗോൺ എക്സസും ആകുന്നു, ഇൻസുലിൻ ഡെഫിഷ്യന്റും ആകുന്നു. അപ്പൊ ടോട്ടലി നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ക്രമാതീതമായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി ദ കോംപ്ലിക്കേഷൻ ഓഫ് ടൈപ്പ് 1 ഡയബറ്റീസ് മെൽറ്റസ്. ഇറ്റ് ക്യാൻ ഡെവലപ്പ് ഇൻ ദ പേഷ്യൻസ് വിത്ത് സിവിയർ ഇൻസുലിൻ ഡെഫിഷ്യൻസി കമ്പൈൻഡ് വിത്ത് ഗ്ലൂക്കഗോൺ എക്സസ്. അത് ഓർക്കുക, ഗ്ലൂക്കഗോണും കൂടുതലാണ്, ഇൻസുലിൻ കുറവുമാണ്. അപ്പൊ സിവിയർ ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്? സിവിയർ ലാക്ക് ഓഫ് ഇൻസുലിൻ കാരണം എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഫാറ്റ് സെൽസ് ബ്രേക്ക് ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. ലിപ്പോലൈസിസ് എന്ന പ്രോസസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓർക്കുക, ലിപ്പോലൈസിസ് ആണ് ഉണ്ടാവുന്നത് അഡിപ്പോസ് ടിഷ്യൂ. അഡിപ്പോസ് ടിഷ്യൂസിൽ ഉള്ള സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഫാറ്റിന് എന്തുണ്ടാവുന്നു? ലിപ്പോലൈസിസ് ഉണ്ടാവുന്നു. അതായത് ഫാറ്റിൽ നിന്ന് എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യുക, എനർജിയെ റിലീസ് ചെയ്യുക. അതാണ് ഇവിടുത്തെ ഫംഗ്ഷൻ, ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ലിപ്പോലൈസിസിന്റെ അഡിപ്പോസ് ടിഷ്യൂ അത് ഉണ്ടാവുന്നു, ആൻഡ് ലീഡിങ് ടു റിലീസ് ഓഫ് ദ ഫ്രീ ഫാറ്റി ആസിഡ്സ് ഇൻ ദ പ്ലാസ്മ. അപ്പൊ ലിപ്പോലൈസിസ് ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫ്രീ ഫാറ്റി ആസിഡ്സ് പ്ലാസ്മയിലേക്ക് റിലീസ് ആവുകയാണ് ചെയ്യുന്നത്. ഈ ഫ്രീ ഫാറ്റി ആസിഡ്സിനെ നമ്മുടെ ലിവർ അപ്ടേക്ക് ചെയ്യും. ഈ ഫ്രീ ഫാറ്റി ആസിഡ്സിനെ ലിവർ അപ്ടേക്ക് ചെയ്തിട്ട് അതിനെ അസറ്റൈൽ കോഎൻസൈം എ എന്നറിയപ്പെടുന്ന ഒരു കോഎൻസൈമിന്റെ ഹെൽപ്പോട് കൂടി ബോഡിയിട്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ, സിവിയർ ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ ലിപ്പോലൈസിസ് ഉണ്ടാവുന്നു ഇൻ ദ അഡിപ്പോസ് ടിഷ്യൂ. അഡിപ്പോസ് ടിഷ്യൂസിൽ ലിപ്പോലൈസിസ് ഉണ്ടാവുന്നു. അതിന്റെ ഫലമായിട്ട് ഫാറ്റ് സെൽസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫ്രീ ഫാറ്റി ആസിഡ്സ് റിലീസ് ആവുന്നു ബ്ലഡിലേക്ക്. ആ ഫ്രീ ഫാറ്റി ആസിഡ്സിനെ ലിവർ അപ്ടേക്ക് ചെയ്യുന്നു. ഇനി ലിവറിൽ വെച്ചിട്ട് ഫ്രീ ഫാറ്റി ആസിഡ്സ് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു ടു കീറ്റോൺ ബോഡീസ്. ഫ്രീ ഫാറ്റി ആസിഡ്സ് ആർ ഓക്സിഡൈസ് ടു കീറ്റോൺ ബോഡീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അസറ്റൈൽ കോഎൻസൈം എ. അപ്പൊ ഈ പോയിന്റുകളൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ ഓർത്തിരിക്കുക. അത് ഇതിൽ തന്നെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്ക്ലൂസീവ്ലി ദ കോംപ്ലിക്കേഷൻ ഓഫ് ടൈപ്പ് 1 ഡയബറ്റീസ് മെൽറ്റസ് ആണ്. അപ്പൊ ടൈപ്പ് 1 എന്താണ് സംഭവിക്കുന്നത്? ഇൻസുലിൻ ഡെഫിഷ്യൻസി ആണ് ഉണ്ടാവുന്നത്. അപ്പം ഇവിടെ സിവിയർ ഇൻസുലിൻ ഡെഫിഷ്യൻസി, അതിനോടൊപ്പം തന്നെ പ്ലസ് ഗ്ലൂക്കഗോൺ എക്സസും കൂടി ഉണ്ടാവുന്നു. അപ്പൊ എക്സസീവ് ആയിട്ട് ഇൻസുലിൻ കുറയുമ്പോൾ നമ്മുടെ ബോഡിയിലെ അഡിപ്പോസ് ടിഷ്യൂസിൽ ലിപ്പോലൈസിസ് സംഭവിക്കുന്നു. അതിന്റെ ഫലമായിട്ട് ഫ്രീ ഫാറ്റി ആസിഡ്സ് പ്ലാസ്മയിലേക്ക് റിലീസ് ചെയ്യുന്നു. ഈ ഫ്രീ ഫാറ്റി ആസിഡ്സിനെ ലിവർ അപ്ടേക്ക് ചെയ്യുകയും ആ ലിവറിൽ വെച്ച് ഫാറ്റി ആസിഡ്സ് കീറ്റോൺ ബോഡീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇൻ ദ ഹെൽപ്പ് ഓഫ് അസറ്റൈൽ കോഎൻസൈം എ. ഇതാണ് ഇതിന്റെ പത്തോജനസിസ് പഠിക്കേണ്ടത്. അപ്പൊ കീറ്റോൺ ബോഡീസ് ഫോം ചെയ്തു. ഡയബറ്റിക് കീറ്റോ ആസിഡോസിസ് ഓർക്കുക, കീറ്റോ ആസിഡോസിസ് എന്ന് പറഞ്ഞാൽ എക്സസീവ് ആയിട്ട് കീറ്റോൺ ബോഡീസ് ഉണ്ടാവുന്നു. ഈ കീറ്റോൺ ബോഡീസ് ഉണ്ടാകുന്ന രീതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ്, ഹൗ ദ കീറ്റോൺ യൂറിയ ഡെവലപ്സ്. കീറ്റോൺ യൂറിയ എങ്ങനെയാണ് നമ്മുടെ യൂറിനിൽ കൂടെ എങ്ങനെയാണ് കീറ്റോൺ ബോഡീസ് പോകുന്നത്? വൺസ് ദ റേറ്റ് ഓഫ് കീറ്റോജനസിസ് എക്സീഡ്സ് ദ റേറ്റ് അറ്റ് വിച്ച് കീറ്റോൺ ബോഡീസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ബൈ ദ മസിൽസ് ആൻഡ് അതർ ടിഷ്യൂസ്, കീറ്റോൺ occurs and gradually ketonuria occurs. ഇതെങ്ങനെയാണെന്ന് പറയാം. അതായത് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് സെൽസിനെ എന്താക്കി മാറ്റുന്നു? കീറ്റോൺ ബോഡീസ് ആയിട്ട് വരുന്നു. ഈ കീറ്റോൺ ബോഡീസിനെ നമുക്ക് നോർമലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മുടെ മസിൽസിനും മറ്റ് ടിഷ്യൂസിനും ഒക്കെ നമ്മുടെ കീറ്റോൺ ബോഡീസിനെ നോർമലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിന് ഒരു പരിധിയുണ്ട്. അതായത് ഒരു ഇത്ര എമൗണ്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് ആവശ്യമില്ല. അപ്പം എക്സസീവ് ആയിട്ട് വൺസ് ദ റേറ്റ് ഓഫ് കീറ്റോജനസിസ് എക്സീഡ്സ് the rate at which the ketone bodies can be utilized by muscles and other tissues. മസിൽസിനും മറ്റ് ടിഷ്യൂസിനും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറമായിട്ട് കീറ്റോൺ ബോഡീസ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ബോഡിയിലെ എക്സസ് ആയിട്ട് കീറ്റോൺ ബോഡീസ് ഉണ്ടാകുന്നു. അതായത് നമ്മൾക്ക് യൂട്ടിലൈസ് ചെയ്യുന്നതിലും അപ്പുറം കീറ്റോൺ ബോഡീസ് ഫോം ചെയ്യുന്നു.
അങ്ങനെ ഉണ്ടാകുമ്പോൾ ബ്ലഡിലാണ് ഫസ്റ്റ് കീറ്റോൺ ബോഡീസ് എക്സസ് ആവുന്നത്. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് കീറ്റോണീമിയ. കീറ്റോണീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ കൂടുന്നു. അതിന്റെ ഫലമായിട്ട് ബ്ലഡിലും ഗ്രാജുവലി പ്രോഗ്രസീവ്ലി അത് കൂടിക്കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? കീറ്റോൺ യൂറിയ ആയിട്ട് മാറുന്നു. ഗ്രാജുവലി കീറ്റോൺ യൂറിയ ഒക്കേഴ്സ്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഡയബറ്റിക് കീറ്റോസിഡോസിസിൽ എങ്ങനെയാണ് കീറ്റോൺ യൂറിയ ഉണ്ടാവുന്നത് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്താണ് എക്സസീവ് ആയിട്ട് കീറ്റോൺ ബോഡീസ് ഉണ്ടാവുന്നു. അതിനെ മസിൽസും ടിഷ്യൂസും ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടും എക്സസ് ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് ബ്ലഡിൽ ആദ്യം കൂടുന്നു. ഗ്രാജുവലി യൂറിനിലും കൂടെ അപ്പിയർ ചെയ്യാൻ തുടങ്ങും. ഗ്രാജുവലി ഇറ്റ് അപ്പിയേഴ്സ് ഇൻ ദ യൂറിൻ. അപ്പൊ ഇതാണ് കീറ്റോൺ യൂറിയ ഉണ്ടാവുന്നത്. അപ്പൊ ഇതാണ് ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്ന് പറയുന്നത്. അത് ടൈപ്പ് ഡയബറ്റീസ് മെൽറ്റസിന്റെ കോംപ്ലിക്കേഷൻ ആണ്. ചിലപ്പോൾ ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ചോദിക്കും. ടൈപ്പ് 1 കോംപ്ലിക്കേഷൻ ആണ്. സിവിയർ ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നു കമ്പൈൻഡ് വിത്ത് ഗ്ലൂക്കഗോൺ എക്സസ്. അതുപോലെ ലിപ്പോലൈസിസ് ഉണ്ടാവുന്നു അഡിപ്പോസ് ടിഷ്യൂസിൽ. അപ്പൊ ഫ്രീ ഫാറ്റി ആസിഡ്സ് പ്ലാസ്മയിലേക്ക് റിലീസ് ആവുന്നു. ഫ്രീ ഫാറ്റി ആസിഡ്സിനെ ലിവർ അപ്ടേക്ക് ചെയ്യുന്നു. ലിവറിൽ വെച്ച് ഫ്രീ ഫാറ്റി ആസിഡ്സ് ഓക്സിഡൈസ് ചെയ്ത് കീറ്റോൺ ബോഡീസ് ആയിട്ട് മാറുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് അസറ്റൈൽ കോഎൻസൈം എ. ഈ ഫാക്ടർ ഓർക്കുക. പിന്നെ എങ്ങനെയാണ് കീറ്റോൺ യൂറിയ ഉണ്ടാവുന്നത്? എക്സസീവ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അത് ബ്ലഡിൽ കൂടുന്നു, ഫൈനലി യൂറിനിലും കൂടുന്നു. അങ്ങനെയാണ് കീറ്റോൺ യൂറിയ ഉണ്ടാവുന്നത്. ഇനി ഇതിന്റെ തന്നെ വേറൊരു കോംപ്ലിക്കേഷൻ ആണ് സിസ്റ്റമിക് മെറ്റബോളിക് കീറ്റോസിഡോസിസ്. അതായത് DKAയുടെ തന്നെ വേറൊരു പോർഷൻ ആണ്, വേറൊരു ക്ലിനിക്കൽ കണ്ടീഷൻ ആണ് സിസ്റ്റമിക് മെറ്റബോളിക് കീറ്റോസിഡോസിസ് എന്ന് പറയുന്നത്. അതായത് if the urinary excretion of ketone bodies is prevented due to dehydration, systemic metabolic ketoacidosis develop. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു, അതായത് എക്സസീവ് ടൈപ്പ് 1 ഡയബറ്റീസ് മെൽറ്റസിൽ ഒരുപാട് പോളി യൂറിയ ഉണ്ടാവുന്നുണ്ട്. ലാർജ് എമൗണ്ട് ഓഫ് യൂറിൻ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ദി യൂറിൻ പാസ് ചെയ്താൽ നമ്മുടെ ബോഡിക്ക് എന്താണ് സംഭവിക്കുന്നത്? ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഇഫ് ദ യൂറിനറി എക്സ്ക്രീഷൻ ഓഫ് ദ കീറ്റോൺ ബോഡീസ് ഈസ് പ്രിവെന്റഡ് ഡ്യൂ ടു ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കുറച്ചെങ്കിലും നമ്മുടെ ബോഡിയിൽ റീറ്റെയിൻ ചെയ്യാനായിട്ട് ആയിരിക്കും നമ്മുടെ ബോഡി ശ്രമിക്കുന്നത്. അപ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നു? വാട്ടർ അധികം പോകാതെ ആ സമയത്ത് കീറ്റോൺ ബോഡീസും കൂടെ നമ്മുടെ ബോഡിയിൽ നിന്ന് യൂറിൻ പോയാലല്ലേ കീറ്റോൺ ബോഡീസിനെ എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഡീഹൈഡ്രേഷൻ കാരണം യൂറിൻ പോകുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കീറ്റോൺ ബോഡീസും നമ്മുടെ ബോഡിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യപ്പെടുന്നു. അങ്ങനെ ബോഡിയിൽ തന്നെ എക്സസീവ് ആയിട്ട് കീറ്റോൺ ബോഡി റീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സിസ്റ്റമിക് മെറ്റബോളിക് കീറ്റോഅസിഡോസിസ് എന്ന് പറഞ്ഞൊരു ക്ലിനിക്കൽ കണ്ടീഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കീറ്റോൺ ബോഡീസ് പ്രോപ്പർ ആയിട്ട് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടാതിരുന്നു കഴിഞ്ഞാൽ അത് സിസ്റ്റമിക് മെറ്റബോളിക് കീറ്റോഅസിഡോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലേക്കാണ് പോകുന്നത്. ഈ കണ്ടീഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ അനോറക്സിയ, നോസിയ ആൻഡ് വോമിറ്റിംഗ്, ഡീപ്പ് ആൻഡ് ഫാസ്റ്റ് ബ്രീത്തിങ്, കൺഫ്യൂഷൻ, കോമ. ഇതൊരു എമർജൻസി കണ്ടീഷനിലേക്കാണ് പോകുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റമിക് മെറ്റബോളിക് കീറ്റോഅസിഡോസിസ്. അതായത് ടൈപ്പ് 1 ഡയബറ്റീസ് മെൽറ്റസിൽ എക്സസീവ് ആയിട്ട് പോളിയൂറിയ ഉണ്ടാവുന്നു. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്നു. ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു? ഡീഹൈഡ്രേഷനെ പ്രിവെന്റ് ചെയ്യാൻ എക്സസീവ് ആയിട്ട് യൂറിൻ പോകുന്നതിനെ ഒന്ന് ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്യുന്നു. ആ സമയത്ത് നമ്മുടെ ബോഡിയിലെ കീറ്റോൺ ബോഡീസും എന്ത് ചെയ്യപ്പെടുന്നില്ല? യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നില്ല, ബോഡിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യപ്പെടുന്നു. അത് സിസ്റ്റമിക് മെറ്റബോളിക് കീറ്റോഅസിഡോസിസിലേക്ക് ലീഡ് ചെയ്യുന്നു. അതിന്റെ പ്രത്യേകത അനോറക്സിയ, നോസിയ ആൻഡ് വോമിറ്റിംഗ്, ഡീപ്പ് ആൻഡ് ഫാസ്റ്റ് ബ്രീത്തിങ്, കൺഫ്യൂഷൻ ആൻഡ് കോമ. ഇത്രയാണ് DKAയിൽ പഠിക്കാനുള്ളത്. അപ്പൊ DKAയിൽ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. കോംപ്ലിക്കേഷൻ ഓഫ് ഡയബറ്റീസ് മെൽറ്റസ് ടൈപ്പ് 1 ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അതിന്റെ ഉണ്ടാവുന്ന മെക്കാനിസം ലിപ്പോലൈസിസ്, ഫാറ്റി ആസിഡ്സിനെ ലിവർ എടുക്കുന്നു, ലിവർ അതിനെ കീറ്റോൺ ബോഡീസ് ആക്കുന്നു. ഇവിടെ അസറ്റൈൽ കോഎൻസൈം ആണ് ആക്ട് ചെയ്യുന്നത്. കീറ്റോൺ യൂറിയ ഡെവലപ്പ് ചെയ്യുന്നു. സിസ്റ്റമിക് മെറ്റബോളിക് കീറ്റോഅസിഡോസിസ് എന്ന് പറഞ്ഞൊരു ഒരു മെഡിക്കൽ എമർജൻസി, അത് കൺഫ്യൂഷൻ, കോമ തുടങ്ങിയ കണ്ടീഷൻസിലേക്ക് പോകുന്ന ഒരു ക്ലിനിക്കൽ കണ്ടീഷനാണ് സിസ്റ്റമിക് മെറ്റബോളിക് കീറ്റോഅസിഡോസിസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത കോംപ്ലിക്കേഷൻ ആണ്. നമ്മൾ അക്യൂട്ട് കോംപ്ലിക്കേഷൻസ് പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ഡയബറ്റിക് കീറ്റോസിഡോസിസ്. നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് ഹൈപ്പർ ഓസ്മോളാർ ഹൈപ്പർ ഗ്ലൈസീമിക് നോൺ കീറ്റോട്ടിക് കോമ. അതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ കോംപ്ലിക്കേഷൻ ഓഫ് ടൈപ്പ് 2 ഡയബറ്റീസ് മെൽറ്റസ്. അപ്പൊ ഇത് ഓർക്കുക, ഇത് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ടൈപ്പ് 2 ഡയബറ്റീസ് മെൽറ്റസിന്റെ കോംപ്ലിക്കേഷൻ ആണ് ഹൈപ്പർ ഓസ്മോളാർ ഹൈപ്പർ ഗ്ലൈസീമിക് നോൺ കീറ്റോട്ടിക് കോമ. ഇത് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ സിവിയർ ഡീഹൈഡ്രേഷൻ റിസൾട്ടിംഗ് ഫ്രം സസ്റ്റെയിൻഡ് ഹൈപ്പർ ഗ്ലൈസീമിക് എപ്പിസോഡ്സ്. അതായത് നമ്മുടെ ബോഡിയിൽ ഹൈപ്പർ ഗ്ലൈസീമിക് എപ്പിസോഡ് ഇങ്ങനെ തന്നെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്?
ഒരുപാട് പോളിയൂറിയ, ഗ്രോസ് പോളിയൂറിയ ഉണ്ടാവുന്നു. ലാർജ് എമൗണ്ട് ഓഫ് യൂറിൻ, ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷൻ എന്താണ്? സിവിയർ ഡീഹൈഡ്രേഷൻ. നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് മാറുന്നു. അപ്പോൾ ലോസ് ഓഫ് ദ വാട്ടർ ഈസ് വെരി ഇന്റൻസ് ദാറ്റ് ദ പേഷ്യന്റ് ഈസ് അണേബിൾ ടു ഡ്രിങ്ക് സഫീഷ്യന്റ് വാട്ടർ ടു മെയിൻറ്റെയിൻ യൂറിനറി ഫ്ലൂയിഡ് ലോസ്. അതായത് നമ്മൾ എത്രത്തോളം വാട്ടർ കുടിച്ചാലും നമ്മൾ വാട്ടർ കുടിക്കുന്ന അനുസരിച്ച് പോലും നമ്മുടെ ഡീഹൈഡ്രേഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അത്രത്തോളം ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് മാറുന്നു, സിവിയർ ഡീഹൈഡ്രേഷൻ ആയിട്ട് മാറുന്നു. അപ്പൊ ലോസ് ഓഫ് ദ വാട്ടർ ഈസ് വെരി ഇന്റൻസ് that the patient is unable to drink sufficient water to maintain urinary fluid loss. അങ്ങനെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ എന്ത് ചെയ്യുന്നു? എക്സ്ട്രീംലി ഹൈ ആവുന്നു. ബ്ലഡ് ഷുഗർ ലെവൽ കൂടുന്നു. നമുക്കറിയാം ബ്ലഡിലെ സോൾട്ടിന്റെ കണ്ടന്റുകൾ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഓസ്മോളാലിറ്റി കൂടുന്നു. അതായത് നമ്മൾ നേരത്തെ നമ്മൾ എന്തായിരുന്നു ഡയബറ്റീസ് ഇൻസിപ്പിഡസിൽ ഓസ്മോളാലിറ്റി എന്ന് പറഞ്ഞൊരു വേർഡ് പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ ബ്ലഡിലെ, അതായത് നമ്മൾ സോൾട്ടിന്റെ കണ്ടന്റ് എവിടെയാണോ കൂടുന്നത് അത് ഹൈപ്പർ ഓസ്മോളാൽ ആയിട്ട് മാറുന്നു. ഇവിടെ സംഭവിക്കുന്നത് ബ്ലഡ് ഷുഗർ ലെവൽ ക്രമാതീതമായിട്ട് കൂടുന്നു. അങ്ങനെ പ്ലാസ്മ ഓസ്മോളാലിറ്റി ഹൈ ആയിട്ട് മാറുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം ഷുഗർ കൂടുതലുള്ള ആൾക്കാർക്ക് ബ്ലീഡിംഗ് കോംപ്ലിക്കേഷൻസ്, ത്രോംബോട്ടിക് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഹൈ ആയിട്ടായിരിക്കും കാണുന്നത് ഡ്യൂ ടു ഹൈ വിസ്കോസിറ്റി ഓഫ് ദ ബ്ലഡ്. അപ്പൊ ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ടാവുന്നു. അതുപോലെ മോർട്ടാലിറ്റി റേറ്റ് ഈസ് ഹൈ. അപ്പൊ ഇതിൽ ഓർക്കേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് ടൈപ്പ് 2 ഡയബറ്റീസ് മെൽലിറ്റസിന്റെ കോംപ്ലിക്കേഷൻ ആണ്. ഇത് ഉണ്ടാവാനുള്ള കാരണം സിവിയർ ഡീഹൈഡ്രേഷൻ ആണ്. സിവിയർ ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? റിസൾട്ടിങ് ഫ്രം സസ്റ്റെയിൻഡ് ഹൈപ്പർഗ്ലൈസെമിക് എപ്പിസോഡ്. നമ്മുടെ ബോഡിയിൽ ഹൈപ്പർ ഗ്ലൈസീമിയ ഇങ്ങനെ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ യൂറിനറി ഫ്ലൂയിഡ് ലോസ്, ഗ്രോസ് പോളിയൂറിയ ഉണ്ടാവുന്നു. അപ്പൊ പോളിയൂറിയ ഉണ്ടാകുന്ന അനുസരിച്ച് നമുക്ക് ബോഡിയിലെ വാട്ടറിനെ നമുക്ക് വെള്ളം കുടിച്ചു പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അത്രത്തോളം ഡീഹൈഡ്രേറ്റഡ് ആവുന്നു. ബ്ലഡ് ഷുഗർ ലെവൽ കൂടുന്നു, പ്ലാസ്മ ഓസ്മോളാലിറ്റി കൂടുന്നു, thrombotic and bleeding complications ഉണ്ടാവുന്നു ഡ്യൂ ടു ഹൈ വിസ്കോസിറ്റി ആൻഡ് മോർട്ടാലിറ്റി റേറ്റ് ഈസ് ഹൈ. ഇതാണ് ഇവിടെ ഓർക്കേണ്ട പോയിന്റ്. ഇതാണ് ഹൈപ്പർ ഓസ്മോളാർ. ഹൈപ്പർ ഓസ്മോളാർ എന്ന് പറഞ്ഞ വേർഡിൽ തന്നെ ഉണ്ട്. ഓസ്മോളാലിറ്റി കൂടുന്നു, ബ്ലഡ് ഷുഗർ ലെവൽ കൂടുന്നു. ഹൈപ്പർ ഗ്ലൈസീമിക് അതറിയാം, ബ്ലഡ് ഷുഗർ ലെവൽ കൂടുന്നു. നോൺ കീറ്റോട്ടിക് കോമ, നോൺ കീറ്റോട്ടിക് ആണ്. മറ്റേത് കീറ്റോ ആസിഡോസിസ് ആണ്, ഇവിടെ നോൺ കീറ്റോട്ടിക് കോമ. ഇത് ടൈപ്പ് 2 ഡയബറ്റീസ് മെൽലിറ്റസിന്റെ കോംപ്ലിക്കേഷൻ ആണ്. ഇനി അടുത്തത് ഹൈപ്പോഗ്ലൈസീമിയ. ഇപ്പൊ നമ്മൾ അക്യൂട്ട് കോംപ്ലിക്കേഷൻസിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞത്: ഡയബറ്റിക് കീറ്റോസിഡോസിസ്, ഹൈപ്പർ ഓസ്മോളാർ നോൺ കീറ്റോട്ടിക് കോമ ആൻഡ് ഹൈപ്പോഗ്ലൈസീമിയ. ഇതിലെ ഫസ്റ്റും തേർഡുമാണ് ടൈപ്പ് 1 ഡയബറ്റീസ് മെൽലിറ്റസിന്റെ കോംപ്ലിക്കേഷൻ. ഈ ഹൈപ്പർ ഓസ്മോളാർ നോൺ കീറ്റോട്ടിക് കോമ ടൈപ്പ് 2ന്റെ കോംപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഹൈപ്പോഗ്ലൈസീമിയ നമുക്കറിയാം, അതായത് ഷുഗർ പേഷ്യൻസിന് പെട്ടെന്ന് തന്നെ ഷുഗർ ഡ്രോപ്പ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ ഷുഗർ കുറയുന്നു. അപ്പൊ അവരെന്തെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സ്വീറ്റ്സ് എന്തെങ്കിലും കഴിക്കുമ്പോഴത്തേക്കും അവർക്ക് നോർമൽ ആവുകയും ചെയ്യുന്നു. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് ടൈപ്പ് 1 ഡയബറ്റീസ് മെൽലിറ്റസ് ഉള്ളവർക്കാണ് ഇത് കാണപ്പെടുന്നത്, ഹൈപ്പോഗ്ലൈസീമിയ. ഇത് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ റിസൾട്ടിങ് ഫ്രം എക്സസീവ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻസുലിൻ, അല്ലെങ്കിൽ മിസ്സിംഗ് എ മീൽ ഓർ ഡ്യൂ ടു സ്ട്രെസ്. അപ്പൊ ഇതാണ് ഇതിന്റെ കാരണങ്ങൾ. അപ്പൊ എക്സസീവ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻസുലിൻ മരുന്ന് കുത്തിവെക്കുന്ന ആൾക്കാരിലാണ് ഇത് കാണുന്നത്. അപ്പൊ അവർക്ക് ഇൻസുലിൻ ഇൻജെക്ട് ചെയ്തതിന് ശേഷം അവർ ഫുഡൊന്നും കഴിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവരുടെ ഷുഗർ ലെവൽ പെട്ടെന്ന് തന്നെ ഡ്രോപ്പ് ആകുന്നു. അങ്ങനെ അവർക്ക് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവുന്നു. അപ്പൊ അതാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞേക്കുന്നത്. ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻസിലും അതുപോലെ ഒരു മീൽ എന്തെങ്കിലും നമ്മൾ ഫുഡ് മിസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സ്ട്രെസ്സിന്റെ സമയത്തോ ആണ് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന്റെ കോംപ്ലിക്കേഷൻ, ഹൈപ്പോഗ്ലൈസീമിയയുടെ കോംപ്ലിക്കേഷൻ ആയിട്ട് ഉണ്ടാവുന്നത് പെർമനന്റ് ബ്രെയിൻ ഡാമേജ് ആണ്. പെർമനന്റ് ബ്രെയിൻ ഡാമേജ് അതൊരു കോംപ്ലിക്കേഷൻ ആണ്. രണ്ടാമത്തേത് സോമോഗീസ് എഫക്ട്. ഈ ഒരു എഫക്ട് പഠിക്കണം. അത് ഹൈപ്പോഗ്ലൈസീമിയയുടെ കോംപ്ലിക്കേഷൻ ആണ്, സോമോഗീസ് എഫക്ട് എന്ന് പറയുന്നത്. അതായത് വേഴ്സണിങ് ഓഫ് ഡയബറ്റിക് കൺട്രോൾ ഓർ റീബൗണ്ട് ഹൈപ്പർഗ്ലൈസീമിയ. അതായത് ഇവർക്ക് എന്താണ് റീബൗണ്ട് ഹൈപ്പർഗ്ലൈസീമിയ, ഇവർക്ക് എന്താ പ്രോപ്പർ ആയിട്ട് സോമോഗീസ് എഫക്ട് എന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ട് നമ്മുടെ ബോഡിയിലെ ഷുഗറിനെ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് സോമോഗീസ് എഫക്ട് എന്ന് പറയുന്നത്. അതായത് ഡയബറ്റിക് കൺട്രോൾ പ്രോപ്പർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? റീബൗണ്ട് ഹൈപ്പർഗ്ലൈസീമിയ, റീബൗണ്ട് ആയിട്ട്, അതായത് വീണ്ടും ഷുഗർ കൂടാനായിട്ട് സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ്. റീബൗണ്ട് ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് സോമോഗീസ് എഫക്ട് എന്ന് പറയുന്നത്. അത് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ്. അപ്പൊ വേഴ്സണിങ് ഓഫ് ഡയബറ്റിക് കൺട്രോൾ ഓർ റീബൗണ്ട് ഹൈപ്പർഗ്ലൈസീമിയ, നമ്മുടെ ബോഡിക്ക് പ്രോപ്പർ ആയിട്ട് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് ഓർക്കുക. അക്യൂട്ട് കോംപ്ലിക്കേഷൻസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ് ലേറ്റ് സിസ്റ്റമിക് കോംപ്ലിക്കേഷൻസിലാണ് നെക്സ്റ്റ് പോകുന്നത്. അപ്പൊ അക്യൂട്ട് കോംപ്ലിക്കേഷൻസ്
ഡയബറ്റിക് കീറ്റോസിഡോസിസ്, ഹൈപ്പർ ഓസ്മോളാർ നോൺ കീറ്റോട്ടിക് കോമ ആൻഡ് ഹൈപ്പോഗ്ലൈസീമിയ. ഇനി ലേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന്റെ ഫസ്റ്റ് പഠിക്കാനുള്ളത് അതെറോസ്ക്ലെറോസിസ്. അതെറോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞാൽ ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് നോർമൽ ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഹാർട്ട് അറ്റാക്കോ ഒരു സ്ട്രോക്കോ ഉണ്ടാവാനുള്ള സാധ്യത ട്വൈസ് കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പൊ അതെറോസ്ക്ലെറോസിസ് ഒരു ലേറ്റ് സിസ്റ്റമിക് കോംപ്ലിക്കേഷൻ ആണെന്ന് ഓർക്കുക. അത് ഓർത്താൽ മതി. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് റെറ്റിനോപ്പതി. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐയിൽ റെറ്റിനാൽ ബ്ലഡ് വെസൽസിനെ അഫക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഷുഗർ ഉള്ള ഒരു പേഷ്യന്റിന് ഷുഗർ ഉള്ള ഒരു പേഷ്യന്റിന് എന്താണ് ഐയിൽ റെറ്റിനാൽ ബ്ലഡ് വെസൽസിൽ റെറ്റിനോപ്പതി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഡാമേജ് ഓഫ് റെറ്റിനാൽ ബ്ലഡ് വെസൽസ് ആണ് ഇവിടുത്തെ കാരണം എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിൽ ഉണ്ടാകാം. അതായത് നോൺ പ്രോലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ട്, പ്രോലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ട്. അപ്പൊ നോൺ പ്രോലിഫറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അത്ര സീരിയസ് അല്ല. പ്രോലിഫറേറ്റീവ് എന്ന് പറയുന്നതാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ നോൺ പ്രോലിഫറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മാത്രമാണ്. ദിസ് ഈസ് എ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഓഫ് ദ ഡിസീസ് വേർ ദ റെറ്റിന ഈസ് വീക്കൻഡ്. ടൈനി ബൾജസ് ഓഫ് ദ ബ്ലഡ് വെസൽസ് ലീക്ക് ദ ഫ്ലൂയിഡ് ലീഡിങ് ടു സ്വെല്ലിംഗ്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഹെമറേജിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു റെറ്റിനാൽ ബ്ലഡ് വെസൽസ് ഒക്കെ പൊട്ടിപ്പോയിട്ട് അവിടെ ഹെമറേജ് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ തന്നെ നോൺ പ്രോലിഫറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്, പക്ഷെ പ്രോലിഫറേറ്റീവ് എന്ന് പറഞ്ഞാൽ അതൊരു അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണ്. അപ്പൊ ആ രണ്ട് പോയിന്റ് ഓർക്കുക. നോൺ പ്രോലിഫറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയിരിക്കും, പ്രോലിഫറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയിരിക്കും. നോൺ പ്രോലിഫറേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെറ്റിന വീക്കൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അതായത് റെറ്റിന വീക്ക് ആവുന്നു, അതുപോലെ ബ്ലഡ് വെസൽസ് ഒന്ന് ചെറുതായിട്ട് ബൾജ് ചെയ്ത് ചെറിയ രീതിയിൽ ഫ്ലൂയിഡിനെ ലീക്ക് ചെയ്യാൻ തുടങ്ങുന്നു, അതുപോലെ ഒരു സ്വെല്ലിംഗ് ഉണ്ടാവുന്നു. ഇതാണ് നോൺ പ്രോലിഫറേറ്റീവ്. പക്ഷെ പ്രോലിഫറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണ്. അപ്പൊ അത് എന്ത് കോംപ്ലിക്കേഷൻസിലേക്കാണ് പോകുന്നത്? വിട്രിയസ് ഹെമറേജിലേക്ക് പോകുന്നു. റെറ്റിനാൽ ഡിറ്റാച്ച്മെന്റ്, ഈ പോയിന്റ് ഓർക്കുക, റെറ്റിനാൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നു. അത് ഉണ്ടാവുന്നത് PDR-ലാണ്, പ്രോലിഫറേറ്റീവിലാണ്. പിന്നെ ഗ്ലൂക്കോമ, സ്വെല്ലിംഗ് ഉണ്ടാവുന്നു. ഫ്ലൂയിഡ്സ് ഒക്കെ ലീക്ക് ചെയ്യുമ്പോൾ ടോട്ടലി നമ്മുടെ ഐ സ്വള്ളനായിട്ടായിരിക്കും കാണുന്നത്. ഗ്ലൂക്കോമ ഉണ്ടാവുന്നു. അത് ഫൈനലി എന്തിലേക്ക് കൊണ്ടുപോകുന്നു? ബ്ലൈൻഡ്നെസ്സിലേക്ക് പോകുന്നു. അപ്പൊ ഇതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പറഞ്ഞത് അതെറോസ്ക്ലിറോസിസ് ഓർക്കേണ്ടത് ഡയബറ്റിക് പേഷ്യൻസിന് നോർമൽ പേഷ്യൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ റെറ്റിനാൽ ബ്ലഡ് വെസൽസിന് ഉണ്ടാകുന്ന ഡാമേജ് ആണ്. അത് 2 ടൈപ്സ് ഉണ്ട്, നോൺ പ്രോലിഫറേറ്റീവ് ആൻഡ് പ്രോലിഫറേറ്റീവ്. നോൺ പ്രോലിഫറേറ്റീവ് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഓഫ് ദ ഡിസീസ് ആണ്, പക്ഷെ പ്രോലിഫറേറ്റീവ് എന്ന് പറഞ്ഞാൽ അതൊരു അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണ്. അപ്പൊ നോൺ പ്രോലിഫറേറ്റീവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റെറ്റിന വീക്കെൻഡ് ആയിട്ടായിരിക്കും കാണുന്നത്, ബ്ലഡ് വെസൽസ് ബൾജ് ചെയ്യുന്നു, അതുപോലെ അതിൻ്റെ അകത്ത് ചെറിയ രീതിയിൽ ഫ്ലൂയിഡ് ലീക്ക് ചെയ്യാൻ തുടങ്ങുന്നു, അങ്ങനെ അത് സ്വെല്ലിംഗ് ഉണ്ടാവുന്നു. പിന്നെ പ്രോലിഫറേറ്റീവ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണ്. അതിന്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ വിട്രിയസ് ഹെമറേജ് ഉണ്ടാവുന്നു, റെറ്റിനാൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നു, പിന്നെ ഫ്ലൂയിഡ്സ് ഒക്കെ ലീക്ക് ചെയ്യുമ്പോൾ ഫൈനലി അത് ഗ്ലൂക്കോമയിലേക്ക് പോകുന്നു. പിന്നെ നമുക്ക് റെറ്റിനാൽ ഡിറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഐയുടെ ഫങ്ഷൻസ് റെറ്റിനാൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകുമ്പോൾ ടോട്ടലി നമുക്ക് ഒരു ബ്ലൈൻഡ്നെസ്സിലേക്കാണ് ആ കണ്ടീഷൻ കൊണ്ടുപോകുന്നത്. അതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഇനി നെക്സ്റ്റ് കോംപ്ലിക്കേഷൻ ഡയബറ്റിക് നെഫ്രോപ്പതി. ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? നെഫ്രോ എന്ന് പറയുമ്പോൾ കിഡ്നിനെ അഫക്ട് ചെയ്യുന്നു. അപ്പം ഇറ്റ് ഈസ് എ സിൻഡ്രോം ക്യാരക്ടറൈസ്ഡ് ബൈ, ഇതിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് എ സിൻഡ്രോം ക്യാരക്ടറൈസ്ഡ് ബൈ പത്തോളജിക്കൽ ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ, ആൽബുമിൻ എക്സ്ക്രീഷൻ ആൻഡ് ലോസ് ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. പത്തോളജിക്കൽ ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം, നോർമലി പോകുന്ന യൂറിൻ പോലെ പോകുന്നില്ല. അതായത് ഇവിടെ ലോസ് ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് GFR കുറവായിട്ടായിരിക്കും കാണുന്നത്. അതുകൊണ്ട് തന്നെ യൂറിൻ ഒരു പത്തോളജിക്കൽ ക്വാണ്ടിറ്റി മാത്രമേ പോകുന്നുള്ളൂ. അതുപോലെ പ്രോപ്പർ ആയിട്ട് ആൽബുമിൻ എക്സ്ക്രീഷൻ ഉണ്ടാവും, ആൽബുമിൻ എക്സ്ക്രീഷൻ കൂടെ ഉണ്ടാവും യൂറിനിൽ കൂടെ. അതുപോലെ പത്തോളജിക്കൽ ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ പോകുന്നു, ലോസ് ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. അതായത് നമ്മുടെ കിഡ്നി ഫെയിലിയറിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ സ്വെല്ലിംഗ് ഓഫ് ദ ഹാൻഡ് ആൻഡ് ഫീറ്റ്. പ്രോപ്പർ ആയിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് പ്രോഡക്ട്സ് എക്സ്ക്രീറ്റ് ചെയ്തില്ലെങ്കിൽ, നമ്മുടെ വാട്ടറും അതുപോലെ അത് നോർമൽ ആയിട്ട് യൂറിൻ പോകുന്നില്ലെങ്കിൽ നമ്മുടെ ഹാൻഡും ഫീറ്റും ഒക്കെ സ്വള്ളൻ ആവാൻ തുടങ്ങുന്നു. അതുപോലെ ബ്ലഡിൽ പൊട്ടാസ്യത്തിന്റെ എമൗണ്ട് കൂടാൻ തുടങ്ങുന്നു. അതുപോലെ ഇച്ചിങ് ഉണ്ടാവുന്നു, മസിൽ ട്വിച്ചിങ്, പൊട്ടാസ്യം കൂടുന്നു, മസിൽ ട്വിച്ചിങ് ഉണ്ടാവുന്നു. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടും ഉള്ള സിംറ്റംസ് എന്ന് പറയുന്നത്.
അപ്പൊ ഡയബറ്റിക് നെഫ്രോപ്പതിയെ പറ്റി ഇത്ര ഓർത്താൽ മതി. പത്തോളജിക്കൽ ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ, ആൽബുമിൻ സെക്രീഷൻ, ലോസ് ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്, ഫൈനലി അത് നമ്മുടെ ഹാൻഡ് ഫീറ്റും ഒക്കെ സ്വള്ളൻ ആവുന്നു. അതുപോലെ ബ്ലഡിലെ പൊട്ടാസ്യത്തിന്റെ ലെവൽ കൂടുന്നു, മസിൽ ട്വിച്ചിങ് ഉണ്ടാവുന്നു, അതുപോലെ ഇച്ചിങ് തുടങ്ങിയ സിംറ്റംസ്. ഒരുപാട് സിംറ്റംസ് ഉണ്ട്. ഞാൻ കുറച്ച് സിംറ്റംസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഡയബറ്റിക് നെഫ്രോപ്പതി ഓർക്കുക. നെക്സ്റ്റ് പെരിഫറൽ ന്യൂറോപ്പതി. പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും നമ്മുടെ ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ ബോഡിയിലേക്ക് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ മെസ്സേജസ് ക്യാരി ചെയ്യുന്ന നെർവ്സ് ഉണ്ട്. ആ നെർവ്സിനുണ്ടാവുന്ന ഡാമേജ് ആണ് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത്. അപ്പൊ വെൻ ദ നെർവ്സ് ക്യാരിങ് മെസ്സേജസ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു ദ റെസ്റ്റ് ഓഫ് ദ ബോഡി ഈസ് ഡാമേജ്ഡ്. അപ്പൊ നെർവ്സിനുണ്ടാവുന്ന ഡാമേജ് ആണ് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത്. അതിൽ തന്നെ 2 ടൈപ്സ് ഉണ്ട്. ദേ ആർ ദ മോണോ ന്യൂറോപ്പതി ആൻഡ് പോളി ന്യൂറോപ്പതി. മോണോ ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ സിംഗിൾ നെർവ്സിനുണ്ടാകുന്ന ഡാമേജ് ആണ് മോണോ ന്യൂറോപ്പതി എന്ന് പറയുന്നത്. സിംഗിൾ നെർവ്സിന്. അപ്പൊ അതിന്റെ അകത്ത് സിംഗിൾ നെർവ്സിന് ഉണ്ടാവുന്നത് എന്തായിരിക്കും? നമ്മൾ മീഡിയൻ നെർവിന്റെ കംപ്രഷൻ അതൊക്കെ പറഞ്ഞു. CTS, കാർപ്പൽ ടണൽ സിൻഡ്രോം, അതുപോലെ അൾനാർ നെർവ് പാൽസി, അതുപോലെ റേഡിയൽ നെർവ് പാൽസി തുടങ്ങിയ കണ്ടീഷൻസ്. അപ്പൊ സിംഗിൾ നെർവ്സിന് ഉണ്ടാകുന്ന ഡാമേജ് ആണ് എന്തെന്ന് പറയുന്നത്? മോണോ ന്യൂറോപ്പതി എന്ന് പറയുന്നത്. But damage the single nerves, example carpal tunnel syndrome, ulnar nerve palsy, radial nerve palsy. ഇനി പോളി ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ പെരിഫറൽ നെർവ്സിന് ഡാമേജ് ഉണ്ടാവുന്നതാണ്. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് ഗള്ളൻ ബാരെ സിൻഡ്രോം എന്നാണ് പറഞ്ഞേക്കുന്നത്. പോളി ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ ഡാമേജ് ടു മൾട്ടിപ്പിൾ പെരിഫറൽ നെർവ്സ്, എക്സാമ്പിൾ ഗള്ളിയൻ ബാരെ സിൻഡ്രോം. മോണോ ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ സിംഗിൾ നെർവ്സിന്, എക്സാമ്പിൾ കാർപ്പൽ ടണൽ സിൻഡ്രോം, അൾനാർ നെർവ് പാൽസി, റേഡിയൽ നെർവ് പാൽസി. അപ്പൊ നെർവ്സിന് ഉണ്ടാകുന്ന ഡാമേജ് ആണ് പെരിഫറൽ ന്യൂറോപ്പതി. ഇനി നെക്സ്റ്റ് ഡയബറ്റിക് ഫൂട്ട്. ഡയബറ്റിക് ഫൂട്ട് എന്ന് പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻ ആണ് ഡയബറ്റീസിന്റെ. അതായത് ഹൈ ബ്ലഡ് ഷുഗർ ലെവൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ എക്സ്ട്രീമിറ്റീസിലേക്കുള്ള ബ്ലഡ് വെസൽസ്, അതായത് പെരിഫറൽ സർക്കുലേഷൻ, നമ്മുടെ എക്സ്ട്രീമിറ്റീസിലേക്ക് പോകുന്ന ബ്ലഡ് വെസൽസിന് എന്തുണ്ടാവുന്നു? നാരോയിങ് ഉണ്ടാകും. നമ്മുടെ അതറോസ്ക്ലിറോസിസ് ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞാണ്. അതേപോലെ തന്നെ പെരിഫറൽ സർക്കുലേഷനിലും എന്തുണ്ടാവുന്നു? ബ്ലഡ് വെസൽസിന് നാരോയിങ് ഉണ്ടാവുന്നു. അതിന്റെ ഫലമായിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മുടെ കാലിനൊക്കെ എന്ത് ചെയ്യുന്നില്ല? പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ഫ്ലോ കിട്ടുന്നില്ല. ബ്ലഡ് ഉണ്ടെങ്കിലല്ലേ അങ്ങോട്ട് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല. അപ്പൊ അത് എന്തിലേക്ക് പോകുന്നു? അത് ഒരു ഇഷീമിയ, ഗാംഗ്രീൻ തുടങ്ങിയ കണ്ടീഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ റിസൾട്ടിങ് ഇൻ ഡയബറ്റിക് ഗാംഗ്രീൻ. അങ്ങനെയാണ് ഗാംഗ്രീൻ പ്രോപ്പർ ആയിട്ട് സർക്കുലേഷൻ കിട്ടാതെ വരുമ്പോൾ അത് ഡയബറ്റിക് ഗാംഗ്രീനിലേക്ക് പോകുന്നു. അതുപോലെ ഡയബറ്റിക് അൾസറേഷൻ ഉണ്ടാവുന്നു. അങ്ങനെ ഗാംഗ്രീൻ പോയി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകുന്നു? ഒരു വൂണ്ട് ഉണ്ടാകുന്നു, ഡയബറ്റിക് അൾസറേഷൻ ഉണ്ടാവുന്നു, പുവർ വൂണ്ട് ഹീലിംഗും ഉണ്ടാവുന്നു. ഇതാണ് ഡയബറ്റിക് ഫൂട്ട് എന്ന് പറയുന്നത്. പെരിഫറൽ സർക്കുലേഷനെയാണ് അഫക്ട് ചെയ്തേക്കുന്നത് ഡ്യൂ ടു ഹൈ ബ്ലഡ് ഷുഗർ ലെവൽ. അതുകൊണ്ട് എക്സ്ട്രീമിറ്റീസിന് എന്ത് ചെയ്യുന്നില്ല? പ്രോപ്പർ ആയിട്ട് സർക്കുലേഷൻ കിട്ടുന്നില്ല. അപ്പൊ അത് അവിടെ ആ എക്സ്ട്രീമിറ്റീസ് ഒരു ഗാംഗ്രീനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പേഷ്യൻസിൽ ഡയബറ്റിക് അൾസറേഷൻ ഉണ്ടാവുന്നു വിത്ത് പുവർ വൂണ്ട് ഹീലിംഗ്. ഇതാണ് ഡയബറ്റിക് ഫൂട്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ കോംപ്ലിക്കേഷൻസ് പഠിക്കുന്നത്. അക്യൂട്ട് കോംപ്ലിക്കേഷൻസും പഠിച്ചു, ലേറ്റ് സിസ്റ്റമിക് കോംപ്ലിക്കേഷൻസും പഠിച്ചു. മൈക്രോ ആൻജിയോപ്പതി എന്ന് പറഞ്ഞാൽ സ്മോൾ ബ്ലഡ് വെസൽസിനെ അഫക്ട് ചെയ്യുന്നത്. സ്മോൾ ബ്ലഡ് വെസൽസ് നാരോ ആവുന്നതാണ്. അത് പ്രത്യേകം എഴുതിയിട്ടില്ല. പിന്നെ ന്യൂറോപ്പതി പറഞ്ഞു, നെഫ്രോപ്പതി പറഞ്ഞു, റെറ്റിനോപ്പതി തന്നെ പ്രോലിഫറേറ്റീവ് ടൈപ്പും പറഞ്ഞു, നോൺ പ്രോലിഫറേറ്റീവ് ടൈപ്പും പറഞ്ഞു, അതറോസ്ക്ലിറോസിസ് പറഞ്ഞു. പിന്നെ നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നു. പെട്ടെന്ന് തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നു. അക്യൂട്ട് കോംപ്ലിക്കേഷൻ പറഞ്ഞത് DKA, അതുപോലെ ഹൈപ്പർ ഓസ്മോളാർ നോൺ കീറ്റോട്ടിക് കോമ, ഹൈപ്പോഗ്ലൈസീമിയ. DKAയും ഹൈപ്പോഗ്ലൈസീമിയം ടൈപ്പ് 1 ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻ ആണ്. ഹൈപ്പർ ഓസ്മോളാർ നോൺ കീറ്റോട്ടിക് കോമ ടൈപ്പ് 2ന്റെ കോംപ്ലിക്കേഷൻ ആണ്. ഇത്രയാണ് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ പാത്തോജനസിസ്, ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, കോംപ്ലിക്കേഷൻസ്, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഡയബറ്റീസ് മെലിറ്റസിനെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, അതിന്റെ ക്രൈറ്റീരിയാസ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടും 4 ക്രൈറ്റീരിയാസ് ഓർക്കുക. അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ്. നമ്മൾ FBS ടെസ്റ്റ് ചെയ്യുക, RBS ടെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുമല്ലോ. FBS എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ. ബ്ലഡ് ഷുഗർ രാവിലെ ഒന്നും കഴിക്കാതെ നമ്മൾ വെറും വയറ്റിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. അതിന്റെ മറ്റൊരു പേരാണ് FPS ഓർ ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് തന്നെയാണ് ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ്. അതിന്റെ ലെവല് ഗ്രേറ്റർ ദാൻ 126 milligram per DL, ഗ്രേറ്റർ ദാൻ 126 milligram per DL, അല്ലെങ്കിൽ 7 millimoles per liter.
ഈ വാല്യൂസ് ഓർക്കുക. ഇതിനേക്കാളും കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ അത് ഡയബറ്റീസ് മെൽറ്റസ് എന്നാണ് പറയുന്നത്. അത് ഒന്നാമത്തെ ക്രൈറ്റീരിയ. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ സിംറ്റംസ് ഓഫ് ദ ഡയബറ്റീസ് മെൽറ്റസ് പ്ലസ് പ്ലാസ്മ ഗ്ലൂക്കോസ് ഗ്രേറ്റർ ദാൻ 200 മില്ലിഗ്രാം പെർ ഡി. ഇത് നമ്മൾ റാൻഡം ബ്ലഡ് ഷുഗർ ലെവലിൽ ചെയ്യുന്ന ടെസ്റ്റ് ആണ്. അപ്പോൾ 200-നേക്കാളും കൂടുതലായിട്ട് നമ്മുടെ പ്ലാസ്മ ഗ്ലൂക്കോസ് കാണപ്പെടുകയാണ്. പ്ലസ് സിംറ്റംസ് ഓഫ് ദ ഡയബറ്റീസ് മെൽറ്റസ്. ഏതൊക്കെയാണ് സിംറ്റംസ്? പോളിയൂറിയ, പോളിഡിപ്സിയ, അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതും ഡയബറ്റീസ് ആണ്. അത് രണ്ടാമത്തെ ക്രൈറ്റീരിയ. മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 2 hour പ്ലാസ്മ ഗ്ലൂക്കോസ്. 2 hour പ്ലാസ്മ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് മെഷർ ചെയ്യുന്നത് OGTT എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ആണ്. അത് നെക്സ്റ്റ് പറയുന്നുണ്ട്. ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്നാണ് അതിന്റെ പേര്. ആ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മൾ പ്ലാസ്മ ഗ്ലൂക്കോസ് നോക്കിക്കഴിഞ്ഞാൽ അത് ഗ്രേറ്റർ ദാൻ 200 മില്ലിഗ്രാം പെർ ഡി എൽ ആണെങ്കിൽ അതും ഒരു ക്രൈറ്റീരിയ ആണ് ഡയബറ്റീസ് മെൽറ്റസിന്റെ. അതുപോലെ HbA1c ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6.5%, അതാണെങ്കിലും ഡയബറ്റീസ് മെൽറ്റസ് ആണ്. അപ്പം HbA1c ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6.5% ആണെങ്കിൽ അതും ഡയബറ്റീസ് മെൽറ്റസ് ആണ്. അപ്പൊ ഇത്രയാണ് ഡയബറ്റീസിനെ കൺഫേം ചെയ്യുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് ഓർ FBS അല്ലെങ്കിൽ FPS എന്ന് പറയുന്നത്, അല്ല FPS അല്ല FPG എന്നാണ് പറയുന്നത്, ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ്. അത് ഗ്രേറ്റർ ദാൻ 126 മില്ലിഗ്രാം പെർ ഡി എൽ ഓർ 7 മില്ലിമോൾസ് പെർ ലിറ്റർ ആണെങ്കിൽ അത് ഡയബറ്റീസ് ആണ്. സിംറ്റംസ് ഓഫ് ദ ഡയബറ്റീസ് മെൽറ്റസ് പ്ലസ് പ്ലാസ്മ ഗ്ലൂക്കോസ് ലെവൽ ഗ്രേറ്റർ ദാൻ 200 മില്ലിഗ്രാം പെർ ഡി എൽ ആണെങ്കിൽ അതും ഡയബറ്റീസ് ആണ്. അതുപോലെ 2 hour പ്ലാസ്മ ഗ്ലൂക്കോസ് ഗ്രേറ്റർ ദാൻ 200 മില്ലിഗ്രാം പെർ ഡി എൽ ഡ്യൂറിംഗ് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് OGTT, അതാണെങ്കിലും നമുക്ക് ഡയബറ്റീസ് ആണ്. അതുപോലെ HbA1c ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6.5%. ഇത് ഇത്രയുമാണ് ക്രൈറ്റീരിയ ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ഡയബറ്റീസ് മെൽറ്റസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് FPG, അതായത് ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസിന്റെ കാറ്റഗറീസ് ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ 4 എണ്ണം പഠിച്ചു. അതിനകത്തെ ഫസ്റ്റിനെ പറ്റിയാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് എന്തൊക്കെയാണ്? അത് നോർമൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇംപെയർഡ് എത്രയാണ്, അതുപോലെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് എത്രയാണ്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോർമൽ ആയിട്ടുള്ള ഒരാളുടെ ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 110 മില്ലിഗ്രാം പെർ ഡി എൽ ആണ്. ലെസ് ദാൻ 110 മില്ലിഗ്രാം പെർ ഡി എൽ ആണ് നോർമൽ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ്. ഇനി ഇംപെയർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കൊരു പ്രീ ഡയബറ്റിക് കണ്ടീഷൻ എന്ന് പറയാം. പ്രീ ഡയബറ്റിക്, അതായത് ഡയബറ്റീസിലേക്ക് പോകുന്ന ഒരാളാണ്, ആ ആളുടെ ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 110-നേക്കാളും കൂടുതലായിരിക്കും, പക്ഷേ 126-നേക്കാൾ കുറവായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നമ്മൾ നോർമൽ വാല്യൂ അല്ല, നോർമൽ അല്ല, ഡയബറ്റിക് വാല്യൂ പറഞ്ഞായിരുന്നു ഗ്രേറ്റർ ദാൻ 126 ആണെന്ന്. അപ്പൊ ഇവിടെ ഇംപെയർഡ് ആയിട്ടുള്ള ഒരാൾക്ക് 110 നോർമലിനേക്കാൾ കൂടുതലായിരിക്കും, എന്നാൽ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളുടേനേക്കാളും കുറവായിരിക്കും. അപ്പൊ അതിന്റെ മിഡിൽ വാല്യൂ ആയിട്ടായിരിക്കും കാണുന്നത്, ഗ്രേറ്റർ ദാൻ 110 ആൻഡ് ലെസ് ദാൻ 126. അതാണ് ഇംപെയർഡ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ്. ഇനി പ്രൊവിഷണൽ ഡയഗ്നോസിസ് ഓഫ് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 126. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ക്രൈറ്റീരിയൽ ഗ്രേറ്റർ ദാൻ 126, അത് തന്നെ ഇവിടെ ഒന്നും കൂടെ പറഞ്ഞേക്കുന്നു. ഗ്രേറ്റർ ദാൻ 126 പ്രൊവിഷണൽ ഡയഗ്നോസിസ് ഓഫ് ഡയബറ്റീസ്. അപ്പൊ ഓർക്കുക, നോർമൽ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ലെസ് ദാൻ 110 ആയിരിക്കും. ഇംപെയർഡ് എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ, ആദ്യത്തേതിന്റെ അവസാനത്തിന്റെ മീഡിയത്തിലായിരിക്കും ഇംപെയർഡ് വരുന്നത്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 110 ആൻഡ് ലെസ് ദാൻ 126. പ്രൊവിഷണൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 126. ഇനി അടുത്തത് ഹൗ ടു പെർഫോം ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. OGTT നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യാം? അതായത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിൻ്റെ അകത്ത് 75 grams ഓഫ് ഗ്ലൂക്കോസിനെ നല്ല രീതിയിൽ ഡിസോൾവ് ചെയ്യുക. 1 glass ഡ്രിങ്കിങ് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നതിൽ കൂടെ 200 to 300 milliliter ഓഫ് വാട്ടർ ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 75 gram ഓഫ് ഗ്ലൂക്കോസിനെ ഡിസോൾവ് ചെയ്യുക. എന്നിട്ട് 5 minutes കൊണ്ട് അത് കുടിക്കാനായിട്ട് പേഷ്യന്റിനോട് ആവശ്യപ്പെടുക. നെക്സ്റ്റ് അതിനുശേഷം 2 hours ശേഷം നമ്മൾ പ്ലാസ്മ ഗ്ലൂക്കോസ് ലോഡ് ചെക്ക് ചെയ്യുക. ഇങ്ങനെയാണ് OGTT പെർഫോം ചെയ്യുന്നത്. അപ്പൊ ഡിസോൾവ് 75 gram ഓഫ് ദ ഗ്ലൂക്കോസ് ഇൻ എ ഗ്ലാസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ കണ്ടെയ്നിങ് 200 to 300 ml of water and ask the patient to drink it 5 minutes and check the plasma glucose at the level at the second hour of glucose load. അപ്പൊ 2ാമത്തെ അവറിൽ നമ്മളത് മെഷർ ചെയ്യുക. ഇങ്ങനെയാണ് OGTT പെർഫോം ചെയ്യുന്നത്. ഇനി OGTTയുടെ വാല്യൂസ്, OGTTയുടെ ഡയബറ്റിക് വാല്യൂ നമ്മൾ പറഞ്ഞായിരുന്നു.
അതായത് 2 അവർ പ്ലാസ്മ ഗ്ലൂക്കോസ് ഗ്രേറ്റർ ദാൻ 200 മില്ലിഗ്രാം പെർ ഡി എൽ ആണ് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാളാണ് ഡയബറ്റിക് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് മനസ്സിൽ ഓർക്കുക. അപ്പൊ ഇതിന്റെ നോർമൽ എന്താണ്, ഇംപെയർഡ് എന്താണ്, ഡയബറ്റിക് എന്താണ്, അതാണ് നേരത്തെ നമ്മൾ ഫാസ്റ്റിംഗിന്റെ പറഞ്ഞതുപോലെ ഇവിടെ ഒന്നും കൂടെ പറയാണ്. 2 അവർ പോസ്റ്റ് ലോഡ് ഗ്ലൂക്കോസ് ലെസ് ദാൻ 140 മില്ലിഗ്രാം പെർ ഡി എൽ ആണെങ്കിൽ അത് നോർമൽ ഗ്ലൂക്കോസ് ടോളറൻസ് ആണ് കാണിക്കുന്നത്. ലെസ് ദാൻ 140 മില്ലിഗ്രാം പെർ ഡി എൽ. ഇനി 2 അവർ പോസ്റ്റ് ലോഡ് ഗ്ലൂക്കോസ് ഇംപെയർഡ് ആവുന്നത് എപ്പോഴാണ്? 140നേക്കാളും കൂടുതലും 200നേക്കാളും കുറവുമാണ്. അപ്പൊ ആദ്യത്തേതിനേക്കാളും കൂടുതലും അവസാനത്തിനേക്കാളും കുറവ്, മീഡിയം ലെവൽ. ഗ്രേറ്റർ ദാൻ 140 ആൻഡ് ലെസ് ദാൻ 200 ആവുമ്പോൾ അത് ഇംപെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്ന് വിളിക്കാം. ഇനി 2 അവർ പോസ്റ്റ് ലോഡ് ഗ്ലൂക്കോസ് ഗ്രേറ്റർ ദാൻ 200 ആണെങ്കിൽ അത് ഡയബറ്റിക് ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്രൈറ്റീരിയയിൽ പറഞ്ഞതുപോലെ ഇതാണ് OGTT വാല്യൂസ്. നോർമൽ ഗ്ലൂക്കോസ് ടോളറൻസും ഉണ്ട്, ഇംപെയർഡ് ഉണ്ട്, ഡയബറ്റിക് ഉണ്ട്. നോർമൽ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 140, ഇംപെയർഡ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 140 ആൻഡ് ലെസ് ദാൻ 200. ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 200. ഇനി അടുത്തത് പ്രീ ഡയബറ്റീസ്. പ്രീ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയബറ്റിക് ആകാൻ ഏറ്റവും കൂടുതൽ റിസ്ക് ആയിട്ടുള്ള ആൾക്കാരെയാണ് പ്രീ ഡയബറ്റിക് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരുടെ ഗ്ലൂക്കോസിന്റെ ലെവലുകൾ എങ്ങനെ ആയിരിക്കും? അതായത് അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇംപെയർഡ് ആയിട്ടുള്ള കണ്ടീഷൻ എല്ലാം പ്രീ ഡയബറ്റിക് ആണ്. അതായത് ഇവിടെ പറഞ്ഞേക്കുന്ന ഇംപെയർഡും FPGയിൽ പറഞ്ഞേക്കുന്ന ഇംപെയർഡും അതേപോലെ തന്നെ OGTTയിൽ പറഞ്ഞേക്കുന്ന ഇംപെയർഡും എല്ലാം പ്രീ ഡയബറ്റിക് ആണ്. അത് തന്നെ ഇവിടെ ഒന്നും കൂടെ പറഞ്ഞേക്കുന്നതേ ഉള്ളൂ. FPG or FBSല് ബിറ്റ്വീൻ 100 to 125, 100 to 125 എന്നും പറയാം, ബിറ്റ്വീൻ 110 to 126 എന്നും പറയാം. ഈ ഒരു റേഞ്ച് ഓർത്തിരുന്നാൽ മതി. 110 to 126, അത് 100 to 125 എന്ന് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. 110 to 126 എന്നും പഠിക്കാം. അതെന്ന് പറയുന്നത് ഇംപെയർഡ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ആണ്. അതേപോലെ തന്നെ 2 അവർ പോസ്റ്റ് ലോഡ് ഗ്ലൂക്കോസിന് OGTT എന്ന് പറയുന്നത് ബിറ്റ്വീൻ 140 ആൻഡ് 200. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ 2 അവർ ഇംപെയർഡ് ആയിട്ട് കാണുന്നത് ബിറ്റ്വീൻ 140 ആൻഡ് 200. അത് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 140 ആൻഡ് 200 ആണെങ്കിൽ ഇംപെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്. HbA1c എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ 5.7 to 6.4 ആണെങ്കിൽ ആ ആൾക്കാരും പ്രീ ഡയബറ്റിക് ആയിരിക്കും. 5.7 to 6.4. ഗ്രേറ്റർ ദാൻ 6.4 ആണെങ്കിൽ ആ ആൾക്കാര് ഡയബറ്റിക് ആണെന്ന് നമ്മൾ ഫസ്റ്റ് ക്രൈറ്റീരിയയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രേറ്റർ ദാൻ 6.4 അല്ലെങ്കിൽ 6.5 എന്ന് പറയാം. അപ്പൊ ഇത് ഓർക്കുക. 5.7 to 6.4ന്റെ ഇടയ്ക്കാണ് കാണുന്നതെങ്കിൽ HbA1c ആണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരും പ്രീ ഡയബറ്റിക് ആണ്. അപ്പൊ നമ്മൾ ഒരാളുടെ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളുടെ അല്ലെങ്കിൽ ഒരു നോർമൽ പേഴ്സണിന്റെ ഷുഗറിന്റെ ലെവൽസ്, FPG, അതുപോലെ 2 അവർ പോസ്റ്റ് ലോഡ് ഗ്ലൂക്കോസിന് OGTT ആൻഡ് A1c, ഈ കാര്യങ്ങൾ വെച്ച് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം ആ ആള് പ്രീ ഡയബറ്റിക് ആണോ, ഡയബറ്റിക് ആണോ, അല്ലെങ്കിൽ നോർമൽ ആണോ. അത് നമുക്ക് ഈ വാല്യൂസ് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് എസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരും വരാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരിൽ എങ്ങനെയാണ് നമ്മൾ ഡയബറ്റീസ് ടെസ്റ്റ് ചെയ്യുന്നത്? അതായത് ടെസ്റ്റിംഗ് ഷുഡ് ബി കൺസിഡേർഡ് ഫോർ ദ അഡൾട്ട് ഹു ആർ ഓവർ വെയിറ്റ് ഓർ ഒബീസ്. അപ്പൊ ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബീസ് ആയിട്ട് കാണുന്ന അഡൾട്ട് പീപ്പിളിനെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ആൾക്കാരിലാണ് നമ്മൾ സ്ക്രീനിങ് ചെയ്യേണ്ടത്. അതായത് അവർക്ക് ഡയബറ്റീസ് ഭാവിയിൽ വരാനുള്ള ചാൻസ് ഉണ്ടോ? നമ്മൾ പറഞ്ഞായിരുന്നു ജീവിതശൈലി കാരണം നമുക്ക് ഡയബറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള അഡൾട്ടുകളിൽ, ഒബീസ് ആയിട്ടുള്ള അഡൾട്ടുകള് നിർബന്ധമായിട്ടും അവരുടെ BMI നോക്കുക. BMI ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ്, അവര് ഡയബറ്റിക് ആവാൻ ചാൻസ് ഉണ്ട്. BMI ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. പിന്നെ അതിന്റെ കൂടെ ഈ BMI 25 ആയിട്ടുള്ള ആൾക്കാര് അതിന്റെ കൂടെ അവർക്ക് അഡീഷണൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, ഡയബറ്റീസ് മെലിറ്റസിന്റെ അഡീഷണൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവരില് ഡയബറ്റീസ് കൺഫേം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവരെ പ്രീ ഡയബറ്റിക് ആണോ, അവരെ പറ്റി നമുക്കൊന്ന് അവരുടെ ടെസ്റ്റ് ചെയ്തിട്ട് അവരെ പറ്റി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അഡീഷണൽ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഡയബറ്റീസ് മെലിറ്റസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫിസിക്കൽ ഇനാക്ടിവിറ്റി, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, അതുപോലെ ഹൈപ്പർ ടെൻഷൻ ഗ്രേറ്റർ ദാൻ 140/90 mmHg ആയിട്ടുള്ള ആൾക്കാരിൽ, അതുപോലെ HDL ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആയിട്ടുള്ള ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആയിട്ടുള്ള അതിന്റെ ലെവൽ ലെസ് ദാൻ 35 മില്ലിഗ്രാം പെർ DL. അതായത് HDL കൊളസ്ട്രോളിന്റെ ലെവൽ, HDL എന്ന് പറഞ്ഞാൽ ഗുഡ് കൊളസ്ട്രോൾ ആണ്, അത് 35 മില്ലിഗ്രാം പെർ DL അല്ലെങ്കിൽ
0.90 മില്ലിമോൾസ് പെർ ലിറ്ററിനേക്കാളും കുറവാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരിലും ഡയബറ്റീസ് മെൽറ്റസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ട്രൈഗ്ലിസറൈഡിന്റെ ലെവൽ ഗ്രേറ്റർ ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ 250 മില്ലിഗ്രാം പെർ ഡി എൽ ആണെങ്കിൽ, ദാറ്റ് ഈസ് 2.82 മില്ലിമോൾസ് പെർ ലിറ്റർ ആണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരിലും ഡയബറ്റീസ് മെൽറ്റസ് ഉണ്ടാവുന്നു. അതുപോലെ വുമൺ വിത്ത് PCOS അങ്ങനെയുള്ളവരും ഇത് സസ്പെക്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 4 കിലോഗ്രാമിൽ കൂടുതൽ വെയിറ്റ് ഉള്ള ബേബി ഇൻഫന്റിനെ ഡെലിവറി ചെയ്ത അമ്മമാർക്കും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ HbA1c ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5.7%. 5.7 കൂടുതലായിട്ട് HbA1c കാണപ്പെടുകയാണെങ്കിൽ ഇതൊക്കെ അഡീഷണൽ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഡയബറ്റീസ് മെൽറ്റസ് ആണ്. ഇതാണ് നമ്മൾ അസിംറ്റമാറ്റിക് പേഷ്യൻസിനെ എങ്ങനെ നമുക്ക് സ്ക്രീൻ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. BMI ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ പ്ലസ് അഡീഷണൽ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഡയബറ്റീസ്, അതായത് ഫിസിക്കൽ ഇനാക്ടിവിറ്റി, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, ഹൈപ്പർ ടെൻഷൻ 140/90യേക്കാൾ കൂടുതൽ ഹൈപ്പർ ടെൻഷൻ, HDL കൊളസ്ട്രോൾ അഥവാ ഗുഡ് കൊളസ്ട്രോളിന്റെ ലെവൽ താഴെ നിൽക്കുന്നത്. എപ്പോഴും ഗുഡ് കൊളസ്ട്രോളിന്റെ ലെവൽ മുകളിലാണ് നിൽക്കേണ്ടത്, പക്ഷേ ഇവിടെ HDLന്റെ ലെവൽ താഴെയായിട്ടാണ് കാണുന്നത്. അതുപോലെ ട്രൈഗ്ലിസറൈഡിന്റെ ലെവൽ ഗ്രേറ്റർ ദാൻ 250 ആണ്. PCOS ഉള്ള ആൾക്കാര്, അതുപോലെ 4 കിലോഗ്രാം വെയിറ്റിൽ കൂടുതലുള്ള കുട്ടിയെ ഡെലിവറി ചെയ്ത അമ്മമാര്, പിന്നെ HbA1c ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5.7%. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്ക്രീനിങ്ങിൽ കൂടെ മനസ്സിലാക്കുക. പിന്നെ അടുത്തത് GDM, ഗസ്റ്റേഷണൽ ഡയബറ്റീസ് മെൽറ്റസ് എങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. GDM is defined as the degree of glucose intolerance with the onset or first recognition during the pregnancy. അതായത് പ്രഗ്നൻസിയുടെ ഓൺസെറ്റിന്റെ സമയത്തോ അല്ലെങ്കിൽ എന്താണ് ഫസ്റ്റ് പ്രഗ്നൻസിയുടെ സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് അതിനെ മനസ്സിലാക്കുന്നതെങ്കിൽ അതാണ് GDM എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഗ്ലൂക്കോസ് ഇൻടോളറൻസ് വിത്ത് ഓൺസെറ്റ് ഓർ ഫസ്റ്റ് റെക്കഗ്നിഷൻ ഡ്യൂറിംഗ് ദ പ്രഗ്നൻസി. ഇനി നമ്മൾ പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മമാര് 6 months ഓർ മോർ ആഫ്റ്റർ ദ പ്രഗ്നൻസിക്ക് 6 മാസത്തിന് ശേഷം ആ വുമണിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് ലോ റിസ്ക്, മീഡിയം റിസ്ക് ആൻഡ് ഹൈ റിസ്ക്, വെരി ഹൈ റിസ്ക്. അപ്പം പ്രഗ്നൻസിക്ക് 6 മാസത്തിന് ശേഷം വുമണിനെ നമ്മൾ റീക്ലാസിഫൈ ചെയ്യണം. ലോ റിസ്ക്, മീഡിയം റിസ്ക്, വെരി ഹൈ റിസ്ക്. ഇത് ചെയ്യുന്നത് എപ്പോഴും BMIയുടെ ബേസിസിലായിരിക്കും. BMI ലെസ് ദാൻ 25 ആണെങ്കിൽ അത് ലോ റിസ്ക് ആയിരിക്കും. ബിറ്റ്വീൻ 25 to 29.9 ആണെങ്കിൽ അത് മീഡിയം റിസ്ക് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 30 BMI വരികയാണെങ്കിൽ അത് വെരി ഹൈ റിസ്ക് ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ പ്രത്യേകം അവർ സ്ക്രീനിങ് ചെയ്യുക. അപ്പം 6 months ആഫ്റ്റർ ദ പ്രഗ്നൻസി നമ്മൾ വുമണിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു ഓൺ ദ ബേസിസ് ഓഫ് ദ BMI. ദാറ്റ് ഈസ് ലോ റിസ്ക്, മീഡിയം റിസ്ക് ആൻഡ് വെരി ഹൈ റിസ്ക്. ലോ റിസ്ക് എന്ന് പറഞ്ഞാൽ BMI ലെസ് ദാൻ 25 ആണ്. മീഡിയം റിസ്ക് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 25 to 29.9 ആൻഡ് വെരി ഹൈ റിസ്ക് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 30. ഇനി എങ്ങനെയാണ് സ്ക്രീനിങ് ആൻഡ് ഡയഗ്നോസിസ് ഓഫ് GDM ചെയ്യുന്നത്? അതായത് ഈ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ആളിൽ നമ്മൾ 75 gram ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മൾ വിത്ത് പ്ലാസ്മ ഗ്ലൂക്കോസ് മെഷർമെന്റ് ഓഫ് ഫാസ്റ്റിംഗ് അറ്റ് 1 hour ആൻഡ് 2 hour. അതായത് പ്ലാസ്മ ഗ്ലൂക്കോസ് മെഷർമെന്റ് നമ്മൾ ചെയ്യണം. അതായത് ഫാസ്റ്റിങ്ങിന് ശേഷം 1 hour അതേപോലെ തന്നെ ശേഷം 2 hours ശേഷവും നമ്മൾ പ്ലാസ്മ ഗ്ലൂക്കോസ് മെഷർ ചെയ്യുക. അതേപോലെ അത് എപ്പോഴാണ് മെഷർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അറ്റ് 24 to 28 weeks ഓഫ് ഗസ്റ്റേഷൻ ഇൻ ദ വുമൺ നോട്ട് previously diagnosed with over diabetes. അപ്പം നേരത്തെ ഡയബറ്റീസ് ഇല്ലാത്ത ഒരു വുമണിനാണെങ്കിൽ അങ്ങനെയുള്ള ഒരു വുമൺ 24 to 28 weeks ഓഫ് ഗസ്റ്റേഷൻ പീരീഡിൽ എന്താണ് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റും ചെയ്യണം, പ്ലാസ്മ ഗ്ലൂക്കോസും നോക്കുക. അപ്പം പ്ലാസ്മ ഗ്ലൂക്കോസിൽ ഫാസ്റ്റിംഗിൽ എങ്ങനെയായിരിക്കും വരുന്നത്? വാല്യൂസ് ഗ്രേറ്റർ ദാൻ 92 milligram per DL ആയിരിക്കും വരുന്നത്. അതുപോലെ ഫാസ്റ്റ് 1 hour ശേഷം നോക്കുന്നത് ഗ്രേറ്റർ ദാൻ 180 ആയിരിക്കും. 2 hours ശേഷം നോക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 153 milligram per DL ആണെങ്കിൽ ഈ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ GDM ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പം ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് നോക്കുക, അതേപോലെ തന്നെ പ്ലാസ്മ ഗ്ലൂക്കോസിന്റെ മെഷർമെന്റ് നോക്കുക. ഫാസ്റ്റിംഗ് 1 hour 2 hour ഈ വാല്യൂസ് ഓർക്കുക. ഇങ്ങനെയാണ് നമുക്ക് GDM ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇത്രയാണ് ഡയബറ്റീസിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഡയബറ്റീസ് എന്താണെന്ന് ഒന്നും കൂടെ പറയാം. ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാൻക്രിയാസിന്റെ ഫംഗ്ഷൻ പറഞ്ഞു, ആദ്യം അഡ്രിനൽ മെഡുല പറഞ്ഞു, അതിൻ്റെ അകത്ത് ഫിയോക്രോമോസൈറ്റോമെ ഓർക്കുക. അതേപോലെ തന്നെ രണ്ടാമത് പാൻക്രിയാസ് പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് എക്സോക്രൈൻ ഫംഗ്ഷൻ, എൻഡോക്രൈൻ ഫംഗ്ഷൻ, പിന്നെ ഇൻസുലിനെ സെക്രീറ്റ് ചെയ്യുന്നത് ബീറ്റാ സെൽസ് ആണ്, ഗ്ലൂക്കഗോണിനെ സെക്രീറ്റ് ചെയ്യുന്നത് ആൽഫ സെൽസ് ആണെന്ന് ഓർക്കുക. അതേപോലെ തന്നെ ഇൻസുലിൻ ഒരു ഹൈപ്പർ ഗ്ലൈസീമിക് ആണ്,
ഗ്ലൂക്കഗോൺ ഒരു ഇൻസുലിൻ ഹൈപ്പോഗ്ലൈസീമിക് ആണ്, ഗ്ലൂക്കഗോൺ ഹൈപ്പർ ഗ്ലൈസീമിക് ആണ്. പിന്നെ ഇൻസുലിൻ ആന്റഗോണിസ്റ്റുകളെ ഓർക്കുക. പിന്നെ അതിന്റെ അകത്ത് മോഡ് ഓഫ് ആക്ഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഡയബറ്റീസിന്റെ അകത്ത് നമ്മൾ പറഞ്ഞത് ക്രോണിക് മെറ്റബോളിക് ഡിസോർഡർ ആണ്, ഹൈപ്പർ ഗ്ലൈസീമിയ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലൈക്കോസ്യൂറിയ. അതിനകത്ത് ഇൻസുലിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാം, അല്ലെങ്കിൽ അതിന്റെ ഇൻസുലിൻ റെസിസ്റ്റൻസും ഉണ്ടാകാം. ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ടൈപ്പ് 1, ടൈപ്പ് 2, GDM ആൻഡ് അതർ ടൈപ്സ്. പിന്നെ ടൈപ്പ് 1 ഉണ്ടാവുന്നത് ബീറ്റാ സെൽ ഡിസ്ട്രക്ഷൻ ആണ്, അബ്സല്യൂട്ട് ഇൻസുലിൻ ഡെഫിഷ്യൻസി ആണ്. ടൈപ്പ് 2 പറഞ്ഞത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതർ ടൈപ്സില് മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് ദ യങ് പറഞ്ഞു. പിന്നെ GDM അല്ലാതെ പഠിക്കണം. പത്തോജനസിസ് പറഞ്ഞു, 10% ഓഫ് ദ കേസസ് ആണ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. അത് ജുവനൈൽ ഓൺസെറ്റ് എന്നാണ് പറയുന്നത്. ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ആണ്, ബീറ്റാ സെൽസിന് ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നു, അതുവഴി അബ്സല്യൂട്ട് ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു. 50% കൺകോർഡൻസ് ഇൻ ഐഡന്റിക്കൽ ട്വിൻസ്. പിന്നെ ടൈപ്പ് 2വിന്റെ അകത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഉണ്ടാവുന്നത്, അതായത് ഇൻസുലിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, റെസ്പോണ്ട് ചെയ്യാതെ ഇൻസുലിൻ സെക്രീഷൻ ഇംപേർഡ് ആവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ജീവിതശൈലി ആയിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുക, ഒബീസിറ്റി, ഹൈപ്പർ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി. 80% കൺകോർഡൻസ് ഇൻ ഐഡന്റിക്കൽ ട്വിൻസ്. പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ടൈപ്പ് 1 ബിലോ ദ ഏജ് ഓഫ് 35 ഇയേഴ്സിലാണ്, പക്ഷെ ടൈപ്പ് 2 എബവ് ദ ഏജ് ഓഫ് 40 ആണ്. പിന്നെ ഇത് ടൈപ്പ് 1 അബ്രപ്റ്റ് ആണെങ്കിൽ ടൈപ്പ് 2 ഇൻസീഡിയസ് ആണ്. പിന്നെ ടൈപ്പ് 1ന്റെ പ്രത്യേകത പോളിയൂറിയ, പോളിഡിപ്സിയ, പോളിഫേജിയ, പ്രോഗ്രസീവ് ലോസ് ഓഫ് വെയിറ്റ്. പിന്നെ പ്രോൺ ടു ഡെവലപ്പ്, ഈ 2 പോയിന്റ് ഓർക്കുക, DKA ആൻഡ് ഹൈപ്പോഗ്ലൈസെമിക് എപ്പിസോഡ് ടൈപ്പ് 1ലാണ് ഉണ്ടാവുന്നത്. പിന്നെ ടൈപ്പ് 2വില് നമ്മൾ അത് തന്നെ 40 ഇയേഴ്സ് പ്ലസ് ഓർക്കുക, ഇൻസീഡിയസ് ഓൺസെറ്റ് ഓർക്കുക. പിന്നെ മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് ദ യങ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് 2വിന്റെ ഒരു സബ് ടൈപ്പ് ആണ്, യങ് പോപ്പുലേഷനിൽ ഉണ്ടാവുന്നു, ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസോർഡർ ആണ്. ഡിഫക്റ്റ് കാണപ്പെടുന്നത് ഗ്ലൂക്കോകൈനേസ് ജീനിലാണ്. ഗ്ലൂക്കോകൈനേസ് ജീൻ എന്ന് പറഞ്ഞാൽ സിഗ്നലിംഗ് സിസ്റ്റം ആണ്, ഇതുവഴിയാണ് ബീറ്റാ സെൽസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ മോണിറ്റർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ GDMന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയുടെ സമയത്തോ അല്ലെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് ഡയബറ്റീസ് ഉള്ള ആൾക്കാരിലോ ആണ് ഇത് കാണപ്പെടുന്നത്. ഡെലിവറി ഓഫ് ലാർജ് ഇൻഫൻസിന് അനോമലീസ്, ഹാർട്ടിന്റെ അനോമലീസ് ഉണ്ടാവുന്നു, ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് സജസ് ആനൻസെഫലി ആൻഡ് സ്പൈന ബൈഫിഡ ഉണ്ടാവുന്നു. പിന്നെ കോംപ്ലിക്കേഷൻസിന്റെ അകത്ത് അക്യൂട്ട് ഓർക്കുക, ലേറ്റ് സിസ്റ്റമിക് ഓർക്കുക, അക്യൂട്ടിൽ തന്നെ DKA ഓർക്കുക, ഹൈപ്പോഗ്ലൈസീമിയ ഓർക്കുക. അത് രണ്ടും ടൈപ്പ് 1ന്റെ കോംപ്ലിക്കേഷൻസ് ആണ്. ഹൈപ്പർ ഓസ്മോളാർ നോൺ കീറ്റോട്ടിക് കോമ എന്ന് പറഞ്ഞാൽ ടൈപ്പ് 2ന്റെ കോംപ്ലിക്കേഷൻ ആണ്. ലേറ്റ് സിസ്റ്റമിക്കില് അതറോസ്ക്ലിറോസിസ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കുക. പിന്നെ എല്ലാം മൈക്രോ ആൻജിയോപ്പതി, ന്യൂറോപ്പതി, നെഫ്രോപ്പതി, റെറ്റിനോപ്പതി, ഇൻഫെക്ഷൻസ്. പിന്നെ കീറ്റോഅസിഡോസിസ് എക്സ്ക്ലൂസീവ്ലി ദ കോംപ്ലിക്കേഷൻ ഓഫ് ടൈപ്പ് 1. ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ അബ്സല്യൂട്ട് ഇൻസുലിൻ ഡെഫിഷ്യൻസി ആണ്, അതിനോടൊപ്പം തന്നെ ഗ്ലൂക്കഗോൺ എക്സസ് ഉണ്ടാവുന്നു. ഇൻസുലിൻ കുറയുമ്പോൾ ലിപ്പോലൈസിസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അഡിപ്പോസ് ടിഷ്യൂവില്. അപ്പൊ ഫ്രീ ഫാറ്റി ആസിഡ്സിനെ റിലീസ് ചെയ്യുന്നു, അത് ലിവർ അപ്ടേക്ക് ചെയ്യുന്നു. ലിവർ ഫാറ്റി ആസിഡിനെ അസറ്റൈൽ കോയിൻസേമയുടെ ഹെൽപ്പോടുകൂടി ഓക്സിഡൈസ് ചെയ്ത് കീറ്റോൺ ബോഡീസ് ആക്കി മാറ്റുന്നു. എക്സസീവ് ആയിട്ട് കീറ്റോൺ ബോഡീസ് ആകുമ്പോൾ കീറ്റോണീമിയ, ആന്റി കീറ്റോൺ യൂറിയ ഉണ്ടാവുന്നു. പിന്നെ ഒരുപാട് യൂറിൻ പോയി കഴിഞ്ഞ് സിവിയർ ഡീഹൈഡ്രേഷൻ ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ കുറച്ചൊക്കെ വാട്ടർ റീറ്റെയിൻ ചെയ്യാൻ നോക്കുന്നു. ആ സമയത്ത് കീറ്റോൺ ബോഡീസിനെയും എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ അത് സിസ്റ്റമിക് മെറ്റബോളിക് കീറ്റോഅസിഡോസിസിലേക്ക് പോകുന്നു, അതായത് കുറച്ചും കൂടെ സിവിയർ ആയിട്ടുള്ള ഫോമിലേക്ക് പോകുന്നു. അപ്പൊ അത് കൺഫ്യൂഷൻ, കോമ, ഡീപ്പ് ആൻഡ് ഫാസ്റ്റ് ബ്രീത്തിങ് തുടങ്ങിയ കണ്ടീഷൻസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഹൈപ്പർ ഓസ്മോളാർ ഹൈപ്പർ ഗ്ലൈസീമിക് നോൺ കീറ്റോട്ടിക് കോമ, ഈ പേരിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഹൈപ്പർ ഗ്ലൈസീമിക് ആണ്, ഗ്ലൂക്കോസ് കൂടുതലാണ്. ഹൈപ്പർ ഓസ്മോളാർ ആണ്, ബ്ലഡിന്റെ ഓസ്മോളാലിറ്റി കൂടുതലാണ്. പിന്നെ ഇതൊരു കോംപ്ലിക്കേഷൻ ഓഫ് ടൈപ്പ് 2 ഡയബറ്റീസ് മെൽറ്റസ് ആണ്. പിന്നെ വാട്ടർ വളരെ നല്ല രീതിയിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്നു. നമ്മൾ എത്രമാത്രം വെള്ളം കുടിച്ചാൽ പോലും അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബ്ലഡ് ഷുഗർ ലെവൽ കൂടുന്നു, പ്ലാസ്മ ഓസ്മോളാലിറ്റി കൂടുന്നു, അതുപോലെ ത്രോംബോട്ടിക് ആൻഡ് ബ്ലീഡിംഗ് കോംപ്ലിക്കേഷൻസ് കൂടുന്നു, മോർട്ടാലിറ്റി റേറ്റ് കൂടുതലാണ്. പിന്നെ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരിൽ പെട്ടെന്ന് സഡൻ ആയിട്ട് ഗ്ലൂക്കോസ് ലെവൽ ഡ്രോപ്പ് ചെയ്യുന്ന കണ്ടീഷനാണ് ഹൈപ്പോഗ്ലൈസീമിയ. ടൈപ്പ് 1ലാണ് കാണുന്നത്. അതിന്റെ കോംപ്ലിക്കേഷൻ പെർമനന്റ് ഡാമേജും സോമോഗീസ് എഫക്റ്റും ആണ്. സോമോഗീസ് എഫക്ട് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഡയബറ്റിക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, വേഴ്സണിങ് ഓഫ് ഡയബറ്റിക് കൺട്രോൾ ഉണ്ടാവുന്നു. അതിന്റെ ഫലമായിട്ട് റീബൗണ്ട് ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവുന്നു. പിന്നെ നെക്സ്റ്റ് പറഞ്ഞേക്കുന്ന ലേറ്റ് സിസ്റ്റമിക് കോംപ്ലിക്കേഷനിൽ അതറോസ്ക്ലിറോസിസ് പറഞ്ഞു. ഡയബറ്റിക് പേഷ്യൻസിന് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഉണ്ടാവാനുള്ള ചാൻസ് ട്വൈസ് മോർ ആണ്. പിന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞാൽ റെറ്റിനാൽ ബ്ലഡ് വെസൽസിനെയാണ് അഫക്ട് ചെയ്യുന്നത്. അതിൽ തന്നെ നോൺ പ്രോലിഫറേറ്റീവും ഉണ്ട്. നോൺ പ്രോലിഫറേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഓഫ് ദ ഡിസീസ് ആണ്. പ്രോലിഫറേറ്റീവ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണ്. നോൺ പ്രോലിഫറേറ്റീവിന്റെ അകത്ത് റെറ്റിന വീക്കെൻഡ് ആവുന്നു, ബ്ലഡ് വെസൽസ് ബൾജ് ചെയ്തിട്ട് ഫ്ലൂയിഡ് ലീക്ക് ചെയ്ത് സ്വെല്ലിംഗ് ഉണ്ടാവുന്നു. പ്രോലിഫറേറ്റീവിന്റെ അകത്ത് വിട്രിയസ് ഹെമറേജ്, റെറ്റിനാൽ ഡിറ്റാച്ച്മെന്റ് ഓർക്കുക,
പിന്നെ ഫ്ലൂയിഡ് ലെവൽ കൂടുമ്പോൾ ഗ്ലൂക്കോമ ഉണ്ടാവുന്നു, ബ്ലൈൻഡ്നെസ്സിലേക്ക് പോകുന്നു. പിന്നെ ഡയബറ്റിക് നെഫ്രോപ്പതി, അത് നമുക്ക് യൂറിന്റെ ക്വാണ്ടിറ്റി കുറയുകയാണ്, GFR കുറയുകയാണ്. അപ്പം നമ്മുടെ ബോഡിക്കൊക്കെ സ്വെല്ലിംഗ് ഉണ്ടാവുന്നു, പൊട്ടാസ്യം കൂടുന്നു, മസിൽ ട്വിച്ചിങ്ങും ഇച്ചിങ്ങും ഒക്കെ ഉണ്ടാവുന്നു. പിന്നെ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ നെർവ്സിനെയാണ് അഫക്ട് ചെയ്തേക്കുന്നത്. 2 ടൈപ്സ് ഉണ്ട്, മോണോ ന്യൂറോപ്പതി, പോളി ന്യൂറോപ്പതി. മോണോ ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ സിംഗിൾ നെർവ്സിനെ അഫക്ട് ചെയ്യുന്നു, CTS, അൾനാർ നെർവ് പാൾസി, റേഡിയൽ നെർവ് പാൾസി. പോളി ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ പെരിഫറൽ നെർവ്സിനെ അഫക്ട് ചെയ്യുന്നു, ഗള്ളിയൻ ബാരെ സിൻഡ്രോം. പിന്നെ ഡയബറ്റിക് ഫൂട്ട് എന്ന് പറഞ്ഞാൽ പെരിഫറൽ സർക്കുലേഷൻ ഇംപേർഡ് ആകുമ്പോൾ എന്താണ്, ബ്ലഡ് വെസൽസ് നാരോ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ലെഗിലൊക്കെ പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ഫ്ലോ കിട്ടത്തില്ല. അപ്പൊ ഡയബറ്റിക് ഗാംഗ്രീൻ ഉണ്ടാവുന്നു, ഡയബറ്റിക് അൾസറേഷൻ വിത്ത് പുവർ വൂണ്ട് ഹീലിംഗ് ഉണ്ടാവുന്നു. പിന്നെ ക്രൈറ്റീരിയ എപ്പോഴും ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് ഗ്രെയ്റ്റർ ദാൻ 126 ആയിരിക്കണം. പിന്നെ സിംറ്റംസ് ഓഫ് ദ ഡയബറ്റീസ് മെൽറ്റസ് പ്ലസ് പ്ലാസ്മ ഗ്ലൂക്കോസ് ഗ്രേറ്റർ ദാൻ 200 ആയിരിക്കണം. പിന്നെ 2 hour പ്ലാസ്മ ഗ്ലൂക്കോസ് OGTT പെർഫോം ചെയ്യുമ്പോഴും ഗ്രേറ്റർ ദാൻ 200 ആയിരിക്കണം. HbA1c ഗ്രേറ്റർ ദാൻ 6.5% ആയിരിക്കണം. പിന്നെ ഫാസ്റ്റിംഗിൽ തന്നെ നോർമൽ, ഇംപെയർഡ് ആൻഡ് ഡയബറ്റിക്. നോർമൽ ലെസ് ദാൻ 110 ആയിരിക്കും, ഇംപെയർഡ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 110 ആൻഡ് 126 ആയിരിക്കും, ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 126 ആയിരിക്കും. പിന്നെ OGTT എങ്ങനെ പെർഫോം ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ 75 gram ഗ്ലൂക്കോസ് 1 glass ഡ്രിങ്കിങ് വാട്ടറിൽ എടുക്കുന്നു, പേഷ്യന്റിനോട് 5 മിനിറ്റിനുള്ളിൽ അത് കുടിക്കാനായിട്ട് പറയുന്നു. എന്നിട്ട് സെക്കൻഡ് അവറിൽ നമ്മൾ ഗ്ലൂക്കോസ് ലോഡ് നോക്കുന്നു. OGTTയുടെ തന്നെ നോർമലും ഉണ്ട്, ഇംപെയർഡും ഉണ്ട്, ഡയബറ്റിക്കും ഉണ്ട്. എപ്പോഴും ഇംപെയർഡ് ഓർക്കേണ്ടത്, ഇംപെയർഡ് എന്ന് പറഞ്ഞാൽ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ വാല്യൂസ് ആണ് ഇംപെയർഡ് എന്ന് പറയുന്നത്. അപ്പൊ നോർമൽ ഗ്ലൂക്കോസ് ടോളറൻസ് ലെസ് ദാൻ 140 ആണെങ്കിൽ അത് നോർമൽ ആയിരിക്കും, ബിറ്റ്വീൻ 140 ആൻഡ് 200 ആണെങ്കിൽ ഇംപെയർഡ് ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 200 എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ആയിരിക്കും. പിന്നെ പ്രീ ഡയബറ്റിക് ഉള്ള ആൾക്കാരുടെ ഇംപെയർഡ് ലെവൽസ് എന്തൊക്കെയാണ്? FPG നമ്മൾ 110 to 126 എന്നാണ് അതിൽ പഠിച്ചത്, അങ്ങനെ തന്നെ ഇവിടെ പഠിച്ചാലും മതി. പിന്നെ 2 hour പോസ്റ്റ് ലോഡ് ഗ്ലൂക്കോസ് ഇൻ OGTT 140 to 200 ആണ്. പിന്നെ HbA1c ബിറ്റ്വീൻ 5.7 to 6.4 ആണ്. പിന്നെ അസിംറ്റമാറ്റിക് പേഷ്യൻസിൽ എപ്പോഴും അഡൾട്ട് ആൾക്കാരിലാണ് നോക്കുക, അങ്ങനെ ഒബീസ് ആയിട്ടുള്ള അഡൾട്ട് ആൾക്കാരിൽ നോക്കുക. അവരുടെ BMI എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25 ആയിരിക്കും. അതിനോടൊപ്പം തന്നെ പ്ലസ് അഡീഷണൽ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഡയബറ്റീസ് മെൽറ്റസ് ഉണ്ടാവുന്നു. അതായത് ഫിസിക്കൽ ഇനാക്ടിവിറ്റി, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, പിന്നെ 140/90 എബോ ആയിട്ട് BP ഉണ്ടാവുക, പിന്നെ ലെസ് ദാൻ 35 ആയിട്ട് HDL കുറയുക, പിന്നെ ട്രൈഗ്ലിസറൈഡിന്റെ ലെവൽ 215 മുകളിലാവുക, പിന്നെ PCOS ഉള്ള വുമൺ, പിന്നെ അതുപോലെ 4 kilogram ബേബി ഉള്ള ആൾക്കാര്, ബർത്ത് വെയിറ്റ് ഉള്ള ബേബീസിന്റെ അമ്മമാര്, പിന്നെ HbA1c ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5.7%. ജസ്റ്റേഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി സമയത്ത് നമ്മൾ ഫസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് GDM. അപ്പോൾ 6 months ഓർ മോർ ആഫ്റ്റർ പ്രഗ്നൻസി വുമണിനെ റീക്ലാസിഫൈ ചെയ്യുക, ലോ റിസ്ക്, മീഡിയം റിസ്ക് ആൻഡ് ഹൈ റിസ്ക്. ലോ റിസ്ക് എന്ന് പറഞ്ഞാൽ BMI ലെസ് ദാൻ 25, മീഡിയം റിസ്ക് ബിറ്റ്വീൻ 25 to 29.9, പിന്നെ ഗ്രേറ്റർ ദാൻ 30 വരുന്നത് വെരി ഹൈ റിസ്ക് ആയിരിക്കും. പിന്നെ അതും നമ്മൾ GDM പെർഫോം ചെയ്യുമ്പോഴും ഓറൽ OGTT പെർഫോം ചെയ്യുക. അതേപോലെ തന്നെ പ്ലാസ്മ ഗ്ലൂക്കോസിന്റെ ഫാസ്റ്റിംഗ് മെഷർമെന്റ് അറ്റ് 1 hour ആൻഡ് അറ്റ് 2 hour നോക്കുക, അറ്റ് 24 to 28 weeks of gestation in the woman not previously diagnosed with overt diabetes. അപ്പൊ അതിന്റെ ലെവൽ ഓർക്കുക. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 92 വരും, ആഫ്റ്റർ 1 hour 180 വരും, ആഫ്റ്റർ 2 hour 153 വരും. ഇത്രയേ ഉള്ളൂ ഡയബറ്റീസ് മെൽറ്റസ്. എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ മതി. ഇതുകൂടി ആകുമ്പോൾ നമ്മൾ ഏകദേശം എൻഡോക്രൈനോളജി കംപ്ലീറ്റ് ചെയ്യാണ്. ഐശ്വര്യ ഡോക്ടറാണ് കൂടുതൽ പോർഷൻസ് എടുത്തത്. വളരെ നല്ല ഒരു അറ്റംപ്റ്റ് ആണ് ഡോക്ടർ നടത്തിയത്. ഇന്നത്തെ ക്ലാസ് പ്രത്യേകിച്ച് വളരെ എക്സലന്റ് ആയിരുന്നു. ഞാൻ കുറെ തിരക്കുണ്ടായിരുന്നിട്ട് കൂടി ഞാൻ ക്ലാസ്സുകൾ കേൾക്കുകയായിരുന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ആഡ് ചെയ്യാനോ ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. നമുക്ക് 12 മണി വരെ ഇനി ഒരു 15 മിനിറ്റ് സമയം കൂടി പരമാവധി ഉണ്ട്. ഒപ്പം നിങ്ങൾക്ക് പൊതുവിലുള്ള കാര്യങ്ങൾ, നമ്മൾ കുറെ കാര്യങ്ങൾ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡിസ്കഷൻസിലൊക്കെ പറഞ്ഞു, കുറെ പേര് പേഴ്സണലായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ക്ലാസ്സുകളെ കുറിച്ചൊക്കെ ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം.
നാളെ മുതൽ ഒരു സെഷൻ മാത്രം ഉണ്ടാകാൻ ശ്രമിക്കാം. കൂടുതലാകുമ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൊരു അഭിപ്രായം ജനറലി വന്നു. എങ്കിലും ചില ദിവസങ്ങളിൽ 2 സെഷൻ ക്ലാസ് ഉണ്ടാകും. അത് നമ്മളുടെ അവൈലബിലിറ്റി അനുസരിച്ചാണ്. വേറെ എന്തെങ്കിലും പൊതുവായിട്ട് പറയാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയാം. അല്ലെങ്കിൽ ഐശ്വര്യ ഡോക്ടറോട് എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ അതും ചോദിക്കുക. അഥവാ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്യാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. കാര്യം നമ്മൾ ടോപ്പിക് നേരത്തെ പറഞ്ഞിരുന്നതാണ്. എൻഡോക്രൈനോളജി കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. ഓക്കെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഐശ്വര്യ ഡോക്ടർ, ക്ലാസ് വളരെ നന്നായിരുന്നു. ഞാനൊരു Thank you, doctor. ജസ്റ്റ് ഒരു MCQ പോയിന്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയായിരുന്നു. ഈ ഡയബറ്റിക് കാറ്ററാക്റ്റിൽ ഒരു അപ്പിയറൻസ് ഉണ്ട്, സ്നോഫ്ലേക്ക് കാറ്ററാക്ട് എന്ന് പറയുന്നത്. അത് 1-2 തവണ ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡയബറ്റിക് കാറ്ററാക്റ്റിലെ അതേമാതിരി ഡയബറ്റിക് റെറ്റിനോപ്പതി ഇറ്റ് ഇസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ബ്ലൈൻഡ്നെസ് ഇൻ യങ് പീപ്പിൾ എന്ന് പറയുന്നുണ്ട്. ഡയബറ്റിക് റെറ്റിനോപ്പതി ഈസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ബ്ലൈൻഡ്നെസ് ഇൻ യങ് പീപ്പിൾ. മറ്റേ പിന്നെ അപ്പിയറൻസ് ഒന്നുകൂടെ ഡോക്ടർ എന്നൊന്ന് പറഞ്ഞു. അത് പ്രീമച്യൂർ കാറ്ററാക്ട്, ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് സ്നോഫ്ലേക്ക് കാറ്ററാക്ട്. അത് സ്നോഫ്ലേക്ക് അപ്പിയറൻസ് ഉണ്ടാവും നമ്മുടെ റെറ്റിനയിൽ. സ്നോഫ്ലേക്ക് അപ്പിയറൻസ്. ഓക്കെ ഓക്കെ ഡോക്ടർ. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ? പറഞ്ഞോളൂ ഡോക്ടർ. അത് ഈ ഗ്ലൂക്കോഗോണും കാൽസിറ്റോണും തമ്മിൽ റിലേറ്റഡ് ആണ്. ഹൈ ഗ്ലൂക്കോഗോൺ ലെവൽസ് കാൽസിറ്റോണിൻ ഇൻക്രീസ് ചെയ്യുന്ന പോയിന്റ് കണ്ടിട്ടുണ്ട് പാൻക്രിയാറ്റൈറ്റിസിന്റെ സമയത്ത്. ഹലോ, ഒന്നുകൂടെ പറഞ്ഞേ, ക്ലിയർ ആയില്ല. ഒന്നുകൂടെ ഗ്ലൂക്കോഗോൺ ലെവലും കാൽസിട്രോൺ ലെവലും. അതെ, അതായത് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസിന്റെ സമയത്ത് ഗ്ലൂക്കോഗോൺ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കാൽസിറ്റോണിനും അതിന്റെ കൂടെ ഇൻക്രീസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പോയിന്റ്. അപ്പോൾ കാൽഷ്യം ലെവല് ബ്ലഡിൽ കുറയും. അങ്ങനെ ഒരു റിലേഷൻ കാണുന്നുണ്ട്. ബ്ലഡിലെ കാൽഷ്യം ലെവൽ കുറയുന്നതാണോ ഡോക്ടറെ? അതെ, കാൽസിറ്റോണിൻ ഇൻക്രീസ് ചെയ്യും. അതെ, അപ്പൊ കാൽഷ്യം ലെവൽ കുറയും. ഗ്ലൂക്കോഗോണും കാൽസിറ്റോണും തമ്മിൽ റിലേറ്റഡ് ആണ്. അങ്ങനെ ഒരു പോയിന്റ്. ഡോക്ടർ അതിന്റെ പതോളജി ആണോ ചോദിച്ചത്, അല്ലെ റീസൺ ആണോ ചോദിച്ചത്? അതോ അത് അതായത് അത് പാൻക്രിയാറ്റൈറ്റിസിലാണ് പറയുന്നത്, ഡയബറ്റീസിലല്ല. പോയിന്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ? അതായത് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസിന്റെ സമയത്ത് നമുക്ക് ഹൈപ്പോ കാൽഷ്യമയും മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവുന്നുണ്ട് പറയുന്നുണ്ട്. അതില് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോഗോൺ ലെവൽ ഇൻക്രീസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഗ്ലൂക്കോഗോൺ ലെവൽ ഇൻക്രീസ് ചെയ്യും, അതിന്റെ കൂടെ അത് പോയിട്ട് കാൽസിറ്റോണിൻ ഇൻക്രീസ് ചെയ്യാം. കാൽസിറ്റോണിനും അതിന്റെ കൂടെ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ കാൽഷ്യം റിലീസ് സ്കെൽറ്റണിന് കുറയും. അത് അപ്പോൾ മാഗ്നീഷ്യം അതിന്റെ കൂടെ തന്നെ കാൽഷ്യം ലെവലും കുറയുന്നുണ്ട് എന്ന് പറയുന്നത്. അത് ഡോക്ടർ നേരത്തെ എടുത്തിട്ടുണ്ടല്ലോ കാൽസിറ്റോണിൻ. ആ സമയത്ത് പറയാൻ വിട്ടുപോയ പോയിന്റ് ആയിട്ടാണ് ഡോക്ടർ പറഞ്ഞതാണോ? ഓക്കെ. ക്ലാസ് വളരെ നല്ലതായിരുന്നു എന്ന് ചാറ്റ് ബോക്സിൽ ഏകദേശം ഒരു 30 പേരോളം എക്സലന്റ് ക്ലാസ് എന്നുള്ള റിമാർക്ക് ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഐശ്വര്യ ഡോക്ടർക്ക് സന്തോഷിക്കാം. നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്. അടുത്ത ഏത് പോർഷനാണ് ഡോക്ടർ പ്രിപ്പയർ ചെയ്തതെന്നുള്ളത് ഇപ്പൊ പറയണ്ട, പ്രിപ്പയർ ചെയ്ത് പറയണം. ഡോക്ടർ കുറച്ച് ക്ലാസ്സുകൾ പ്രാക്ടീസ് മെഡിസിൻ അല്ല മറ്റേതെങ്കിലും ടോപ്പിക് ആണെങ്കിൽ അത് ഡോക്ടർ പ്രിപ്പയർ ചെയ്യണം. എൻഡോക്രൈനോളജിയിൽ ഇനി ഗോണാഡ്സും കൂടെ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ എൻഡോക്രൈനോളജി കംപ്ലീറ്റ് ആവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേറൊരു പോർഷനിലേക്ക് പോകണം. നമുക്ക് പ്രാക്ടീസ് മെഡിസിനിൽ കുറച്ച് ക്ലാസ് കൂടെ വേണം. ഡോക്ടറുടെ സേവനം നമുക്ക് വളരെ അത്യാവശ്യം. ഓക്കെ സർ. ഗൊണാഡ്സിന്റെ അനാറ്റമി ഒക്കെ കഴിഞ്ഞ ദിവസം സുമാല ഡോക്ടറാണെന്ന് തോന്നുന്നു, ആരോ എടുത്തിരുന്നു. അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഡോക്ടർ എടുക്കാം. അപ്പോ രാവിലെ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് 2 മണിക്ക് തന്നെ പറ്റുമെങ്കിൽ ടെലഗ്രാമിൽ ഡിസ്കഷൻ ആരംഭിക്കണം. പുതിയ അതുപോലെ ടെലഗ്രാം വേറൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ടാക്കി നമുക്ക് ഈ ഡിസ്കഷൻസ് കുറച്ച് അതിലേക്ക് മാറ്റാനൊരു താല്പര്യം എല്ലാവരും പറയുന്നുണ്ട്. അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. നാളത്തോടെ അത് ശരിയാവും തോന്നുന്നു. എല്ലാവരും എല്ലാവരും
പിന്നെ എല്ലാവരും രജിസ്റ്റർ ചെയ്ത് പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കരുതുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ അതിന്റെ ടെക്നിക്കൽ സൈഡ് പറഞ്ഞു തരാൻ ആളുകൾ ഈ ഗ്രൂപ്പിൽ തന്നെ ധാരാളമുണ്ട്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയണം. അതും നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞു പോകാം. ആർക്കെങ്കിലും ഓൺലൈൻ ഓൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇനിയും 30 ദിവസം മുന്നോട്ടുണ്ട്. നമുക്കത് ചെയ്യാനുള്ള സമയം ധാരാളമുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ അക്കാര്യം ഗ്രൂപ്പിൽ പറയുക. അപ്പോ വേറെ ഡിസ്കഷൻസ് ഒന്നും ഇല്ല എന്ന് കരുതുന്നു. 12 മണിയാകാൻ ഇനി ഒരു 5 മിനിറ്റേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ 5 മിനിറ്റിനകത്ത് പറയാം. ഹലോ, പറഞ്ഞോ. ഒരു അഡീഷൻ പറയാനായിരുന്നേ. പറയൂ. ഈ ടൈപ്പ് 1 ഡയബറ്റീസിൽ HLA അസോസിയേഷൻ പറയുന്നുണ്ടല്ലോ, അത് പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു ഡോക്ടർ. ഇല്ല പറഞ്ഞിട്ടില്ല. HLA DR3-ഉം DR4-ഉം അതൊന്ന് ആഡ് ചെയ്യാനായിരുന്നേ. ടൈപ്പ് 1 ഡയബറ്റീസിൽ HLA DR3 ആൻഡ് DR4. DR3 and DR4. ഓക്കെ. അത് ചോദിക്കാറുണ്ട് അങ്ങനെ HLA അസോസിയേഷൻ. തീർച്ചയായിട്ടും അതാണ് ഒരാൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ചില പോയിന്റ്സ് ഒക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ആഡ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും വളരെ നല്ല കാര്യം. ഓക്കെ, താങ്ക് യു സർ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. നമുക്ക് 5 മിനിറ്റ് സമയം കൂടെ ഉണ്ട്. സാറേ, സ്കിന്നില് ഫസ്റ്റ് സെൻസേഷൻ ലോസ് ചെയ്യുന്നത് ഡയബറ്റിക് മെലിറ്റസില് പ്രഷർ ആണോ, ടച്ച് ആണോ, വൈബ്രേഷൻ ആണോ? എനിക്ക് ഓർമ്മയില്ല എന്താണെന്ന്, ഞാൻ മറന്നു. വൈബ്രേഷൻ ആണെന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം. അതോട്ട് പെയിൻ ഒന്ന് പറഞ്ഞോളൂ ഡോക്ടർ. ആരെങ്കിലും അറിയാവുന്നവർ പറഞ്ഞോളൂ. ഡയബറ്റിക് ന്യൂറോപ്പതിയിലുള്ള കാര്യമല്ലേ ചോദിക്കുന്നേ? അതെ സർ. ഡയബറ്റിക് ന്യൂറോപ്പതിയിൽ ആദ്യം നഷ്ടപ്പെടുന്നത് ടച്ച് ആണോ, വൈബ്രേഷൻ ആണോ, പെയിൻ ആണോ? അതല്ലേ? അതെ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസം ടെലഗ്രാമിൽ ആരോ ഇട്ടിട്ടുണ്ടായിരുന്നു. വൈബ്രേഷൻ ആണോ തോന്നുന്നത്, കേട്ടിട്ടുണ്ട് സർ. എങ്ങനെ? വൈബ്രേഷൻ ലോസ് ചെയ്യുന്ന കേട്ടിരിക്കും. വൈബ്രേഷൻ ആണെന്ന് ഞാനും എവിടെ വായിച്ചു. പക്ഷെ കഴിഞ്ഞ ദിവസം ടെലഗ്രാമിൽ പെയിൻ എന്നാ കണ്ടതെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ടെലഗ്രാമിൽ ഈ ക്വസ്റ്റ്യൻ ആരോ ഇട്ടിരുന്നു. ആർക്കെങ്കിലും അത് ഒന്ന് ക്ലിയർ ആയിട്ട് ഉറപ്പായിട്ട് പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് റെഫർ ചെയ്തിട്ട് അടുത്ത ദിവസം അല്ല ഉടനെ തന്നെ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കുക. ഡയബറ്റിക് ന്യൂറോപ്പതി സംഭവിക്കുമ്പോൾ the first one is to be lost, whether it is touch, pressure, pain, none of the above. ആ രീതിയിൽ. ഓക്കെ, ആരെങ്കിലും അതൊന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ. വൈബ്രേഷൻ ആണ്. ലെപ്രസിയിൽ വരുന്ന സമയത്ത് ഏർലിയസ്റ്റ് സെൻസേഷൻ ലോസ് തെർമൽ സെൻസേഷൻ ആണ്. അതിൽ തന്നെ കോൾഡ് സെൻസേഷൻ ആണ്. ഓക്കെ, ഉറപ്പാണല്ലോ അത്? വൈബ്രേഷൻ തന്നെയാണ് സാർ. ഇപ്പൊ വൈബ്രേഷൻ ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ വൈബ്രേഷൻ ആണ്. ഡയബറ്റിക് ന്യൂറോപ്പതിയില്. അതുപോലെ ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് സ്നോഫ്ലേക്ക് പറയുന്ന പോലെ തന്നെ സ്നോ സ്റ്റോം എന്ന് പറയുന്നുണ്ട്. അതൊരു പോസ്റ്റീരിയർ സബ് കാപ്സുലാർ കാറ്ററാക്ട് ആണ്. അതും ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ തന്നെയാണോ? അത് റെറ്റിനോപ്പതിയിൽ. മറ്റത് ന്യൂറോപ്പതി വൈബ്രേഷൻ ലോസ്റ്റ് ആകുന്നത്. അല്ല, അതിന്റെ കൂടെ ആഡ് ചെയ്ത ലെപ്രസിയില് തെർമൽ എന്നാണ് പറയുന്നത്. അതിൽ തന്നെ കോൾഡ് ആണ്. കോൾഡ് സെൻസേഷൻ ആണ് ഫസ്റ്റ് പോകുക. തെർമൽ എന്നുള്ള ഓപ്ഷൻ തെർമൽ ആണെങ്കിൽ തെർമൽ, അതല്ലെങ്കിൽ കോൾഡ് സ്പെസിഫൈഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കോൾഡ്. എന്തായാലും ടെമ്പറേച്ചർ ആണ് ആദ്യം നഷ്ടപ്പെടുന്നത് അല്ലേ? ഫസ്റ്റ് വൺ ടു ലൂസ് തെർമൽ സെൻസേഷൻ ആണ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് വരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പൊ ഇൻ ലെപ്രസി the sensation first lost is thermal sensation, and the first one usually is cold. Okay, എന്തെങ്കിലും ആർക്കെങ്കിലും തർക്കമോ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ക്ലാരിഫൈ ചെയ്തോണം. ഞാനത് എനിക്കത് ഉറപ്പുള്ള കാര്യമല്ല, ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോ വേറെന്തെങ്കിലും? അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ ഐശ്വര്യ ഡോക്ടർക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇടാനും ആൻസർ ചെയ്യാനുമായിട്ട് കൃത്യം 2 മണിക്ക്, ഇന്ന് സൺഡേ ആയതുകൊണ്ട് 2 മണി 4:30 സമയം നഷ്ടപ്പെടുത്തണ്ട. കൃത്യം 2 മണിക്ക് തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ.